വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കാണുമെന്നാണ് ഇപ്പോൾ പലരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രതിഷേധമായി വാർത്താ സമ്മേളനം ഉണ്ടാകും. MLA ഓഫീസിലേക്കാണ് ഞാൻ നിങ്ങൾ കൃത്യമായ ഇടവേളയിൽ കാണുന്നുണ്ടല്ലോ. സോദരിമാരുടെ മാനങ്ങളെയും വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇറങ്ങിയ വിവരം വ്യസനസമേതം ഡിവൈഎഫ്ഐ അറിയിക്കുകയാണ്. വസ്ത്രവ്യാപാരികൾ പുറത്തുവച്ചിരിക്കുന്ന പ്രതിമകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ത്രീകളുടെ പ്രതിമകൾ ഉണ്ടെങ്കിൽ എടുത്തുള്ളിൽ വെക്കണമെന്ന് വിനീതപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ വാട്സാപ്പിൽ, ഇൻസ്റ്റഗ്രാമിൽ, ടെലഗ്രാമിൽ 12 മണിക്ക് ശേഷം ഗൂഗിൾ പേയിൽ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ ആരും തന്നെ റീപ്ലൈ കൊടുക്കരുത്. നമസ്കാരം. 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാക്കൂട്ടത്തിൽ MLA തൻ്റെ മണ്ഡലത്തിലെത്തി. മാധ്യമങ്ങൾ വളഞ്ഞിട്ട് പിടിക്കാൻ നോക്കി. പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ തൻ്റെ സ്വകാര്യ സന്ദർശനം തുടർന്നു. മഹിളാ മോർച്ച പ്രവർത്തകർ ചൂലുമായെത്തി കോഴിയുടെ ചിത്രമുള്ള ബാനറുകൾ കൊണ്ടുവന്നു. സൈക്കിളിൽ കോളാമ്പി കെട്ടി വിളംബര ജാഥ നടത്തി DYFI. മാന്യമഹാജനങ്ങളെ, അമ്മ പെങ്ങന്മാരെ, ഗർഭിണികളെ, ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളെ, പെൺകുട്ടികളെ എല്ലാവരോടും സൂക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകി. പൊതുപരിപാടികളിൽ രാഹുലിനെ പങ്കെടുക്കാൻ സമ്മതിക്കില്ലെന്ന് CPM-ഉം BJP-യും വെല്ലുവിളി വയ്ക്കും. പക്ഷേ ഇനി മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെയാണ് പാലക്കാട് MLA എന്ന നിലയിൽ തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടി നടപടിയെടുത്തിട്ടും പ്രവർത്തകരുടെ പിന്തുണ രാഹുലിനുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. രാഷ്ട്രീയ ആരോപണത്തിൻ്റെ ഇരയാണ് താൻ എന്ന് പിന്തുണയ്ക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് ആകുന്നുണ്ടോ? VD സതീഷിനെതിരെ വെല്ലുവിളി ഉയർത്തുന്നു രാഹുൽ മാക്കൂട്ടത്തിൽ. ആ വിഷയമാണ് പൊതുവേദി എന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ നമ്മുടെ സൂപ്പി വെള്ളമുണ്ടയിൽ നിന്ന്. സൂപ്പി, രാഹുലിൻ്റെ സന്ദർശനം നമുക്കിന്ന് ധാരാളം പ്രേക്ഷകരുണ്ട്, അതുകൊണ്ട് കുറച്ച് ചുരുങ്ങിയ വാക്കുകളിൽ രാഹുലിൻ്റെ സന്ദർശനം അത് രാഹുലിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്ന രീതിയിലാണോ മനസ്സിലാക്കേണ്ടത്? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ എന്തിനാണ് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തത്? ഇത്തരം ഇതിനെക്കുറിച്ച് ഉണ്ടായതുകൊണ്ടല്ലേ. പിന്നെ അപ്പോ കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ലേ ഇപ്പോ കൂടെ ഇങ്ങനെ അതുമായിട്ട് ഇങ്ങനെ സമ്പർക്കം പുലർത്തുന്നത്. അപ്പൊ ആരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു നാടകം കളിച്ചതാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ്. അപ്പോൾ മുഹമ്മദ് മഞ്ചേരി കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, രാഹുൽ ചിരിച്ചുകൊണ്ട് പാലക്കാടെത്തിയപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളുടെ വിശ്വാസം നേടാൻ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാനാകുമോ? നമസ്കാരം സാറേ. നമസ്കാരം. നാണമാനല്ലാത്തവനെ എയിലിൽ നടക്കാം, അത്രയുള്ള പറയാം. അത്രയാണ് ഇവരെ തോലിന്റെ കട്ടി. ഇവരൊപ്പം കുറെ ആളുണ്ട്, ഇവനെ പോലെ കുറെ ആളുണ്ട്. ഇവൻ ചെയ്യണമാതിരി ചെയ്യാനും ഇവന്റെ മാതിരി നടക്കാനും അവരാണ് അവനെ പ്രോത്സാഹിപ്പിക്കണത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഗൗതം, ചുരുങ്ങിയ വാക്കുകളിൽ ഇത് കോൺഗ്രസിന്റെ ഒരു കൂട്ടായ പിന്തുണ കൂടുതൽ ഇപ്പോൾ രാഹുലിന് കിട്ടുന്നു, VD സതീശൻ അപ്രസക്തനാകുന്നു എന്ന് മനസ്സിലാക്കണോ, അതോ ഇത് ഒരു സാധാരണ രീതിയിൽ കണ്ടാൽ മതിയോ? VD സതീശന് എന്ത് സ്ഥാനമാണ് ആ പാർട്ടിയിലുള്ളത് എന്നാണ് തെളിയിക്കുന്നത്. വേറൊരു കാര്യം കൂടി മനു, തീർച്ചയായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു MLA-ക്ക് നല്ലൊരു സ്വീകരണമല്ലേ അവിടെ കൊടുത്തത്? എന്ത് DYFI-യും BJP-യും കൂടി നല്ലൊരു സ്വീകരണമല്ലേ MLA-ക്ക് കൊടുത്തത്? നിങ്ങളെ പോലെ മാധ്യമങ്ങൾ ആഘോഷിക്കണം ഈ സ്വീകരണത്തെ. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പം ഷാജിയുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഷാജി, ആഗസ്റ്റ് 17-നാണ് കഴിഞ്ഞ തവണ രാഹുൽ പാലക്കാട് നിന്ന് പോയത്. 20 ആകുമ്പോഴേക്കും വിവാദങ്ങൾ വന്നു.
38 ദിവസം മാറി നിൽക്കേണ്ടി വന്നു. 38 ദിവസം കഴിഞ്ഞെത്തുമ്പോൾ രാഹുലിനോട് വിദ്വേഷമൊന്നും ആ നാടിനില്ല എന്നാണോ ബോധ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും സാറേ, പാലക്കാട് നിന്നും ജനം തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് അദ്ദേഹം, അല്ലേ? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി പറയട്ടെ. എനിക്കതേ പറയാനുള്ളൂ. യെസ്, വ്യക്തമാണ്. അപ്പൊ തൊടുപുഴയിൽ നിന്ന് രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. രഞ്ജിത്ത്, രഞ്ജിത്ത് തൊടുപുഴ ടൗണിൽ നിന്നാണ് വിളിക്കുന്നത്? അതെ അതെ, ടൗണിനടുത്ത്. ഓക്കെ, പറഞ്ഞോ, കേൾക്കാം. സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ പുള്ളി എന്തുകൊണ്ട് കേസ് കൊടുക്കാത്തെ? എന്തെങ്കിലും കാര്യം അവനെ പേര് വന്നിട്ട് കേസ് കൊടുക്കണ്ടേ? അത് ശരി. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കിഷോർ കോന്നിയിൽ നിന്ന് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് എന്ന് പറയുന്നു. ഗൗതമുണ്ട്, ഹായ് എന്ന് പറയുന്നു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന്. ജയകുമാർ, ശ്രീ ജയകുമാർ, എന്താണ് ശ്രീ ജയകുമാറിന് പറയാനുള്ളത്? വളരെ പ്രസക്തമാണ്. അങ്ങ് ഈ കോൺഗ്രസിൻ്റെയൊക്കെ ഒരു അടിയുറച്ച ആളാണ്. ഇത് എന്താണ് ജയകുമാർ, ഇത് പാർട്ടിക്ക് തിരിച്ചടിയാവുമെന്ന് അവിടെ നിന്ന് ചിലർ പറയുന്നു. തിരിച്ചടിയൊന്നുമില്ല, ഇതൊന്നും ഒരു കേസല്ല എന്ന നിലയിൽ വേറെ ചിലർ പറയുന്നു. എന്താണ് അതിൻ്റെ ഒരു അന്തിമമായ ഒരു പ്രതീക്ഷ? നമസ്കാരം സാറേ. നമസ്കാരം. ഈ പാർട്ടിക്കകത്ത് ഒരു തിരിച്ചടിയും ഇല്ല. കാരണം നേരത്തെ കുറച്ച് പേര് ഒരു അഭിപ്രായം മോശമായിട്ട് പറഞ്ഞ് രാഹുലിന്റെ മാറ്റത്തിലെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് ആ അഭിപ്രായത്തോട് യോജിക്കുന്ന ആരും തന്നെ പാർട്ടിയിലില്ല. പിന്നെ മുതിർന്ന നേതാക്കള് അവരൊരു മയത്തിന് അങ്ങ് പോവുകയാണ്. പിന്നെ ഒരു കാര്യം പറയണ്ട സാറേ, ഈ ഇടതുപക്ഷവും BJP അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയാണ് ഇതിലേക്ക് വേണ്ടി എന്തെങ്കിലും ഇയാൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനൊരു പൊതുജനങ്ങളോ അവിടുത്തെ ആൾക്കൂട്ടമോ ഒന്നും അവർക്കെതിരെ ഇല്ല. കുറച്ച് BJP-ക്കാർ ചൂലുമായി വരുന്നു, CPI-ക്കാർ മയക്കുമായി വരുന്നു. BJP-ക്കാർ ആദ്യം പോകാനുള്ളത് സാറേ, BJP-ക്കാർ ആദ്യം പോകാനുള്ളത് നമ്മുടെ എവിടെയാണ്, ഏത് ഇയാൾ ഇദ്ദേഹത്തിന്റെ പിറകെ നടന്ന പെണ്ണുങ്ങളെ വീട്ടിലേക്ക് വേണം ആദ്യം പോകാൻ. ഇല്ലെങ്കിൽ നമ്മളെ ഇയാളുണ്ടല്ലോ കായിക താരം, മറ്റേ കായിക പ്രസിഡന്റോ ആരാണ്ടിരുന്നല്ലോ സ്പോർട്സ് കൗൺസിലിലെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകണം. കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതെ അതെ, കമ്മ്യൂണിസ്റ്റുകാർ പോവുകയാണെങ്കിൽ 13 പേര് ഇപ്പൊ ഇതിനകത്തുണ്ട്. 13 പേര്. ഞാൻ ഒന്ന് പറയട്ടെ സാറേ, ഈ കമ്മ്യൂണിസ്റ്റ് സിജുക്കാരനൊക്കെ എത്ര നാണമുണ്ട്. ഈ മന്ത്രി വേണ്ട ഒന്നും പറയണ്ട, മന്ത്രി ഗണേഷ് കുമാർ സാറ് കണ്ടോന്ന് അറിയത്തില്ല, ഒരു സ്ത്രീയുടെ ഭർത്താവ് ഇത് കർണക്കുറ്റിക്ക് അടിച്ചിട്ട് അയാൾ ആ പാടുമായിട്ട് കരഞ്ഞോണ്ട് നിൽക്കുന്ന TV-യിൽ കാണിച്ചതാണ്. സാറ് കണ്ടോന്ന് എനിക്കറിയില്ല, വേണമെങ്കിൽ സാറൊന്ന് വെരിഫൈ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ ജനം മൊത്തം കണ്ടതാണ്. ഈ TV-യിൽ പല പ്രാവശ്യം കാണിച്ചതാണ് ആ കേസ്. അദ്ദേഹം ഇന്നവരെ മന്ത്രിയാണ്. പിന്നെ മൂന്നാർ പോകാൻ വിളിച്ചില്ലേ സാറേ തോമസ് ഐസക് സാറ്, ഇയാളാണ് ഒരു കൊച്ചു പയ്യനെന്ന് പറയാം. മറ്റേ അത്തരക്കാരനാണോ നമ്മള്? അല്ലല്ല, വിളിച്ചത് റെക്കോർഡ് ഉണ്ടല്ലോ സാറേ. അദ്ദേഹം അത്തരക്കാരനൊന്നും ഞാൻ പറയില്ല. വിളിച്ചതായിട്ട് ഇതുണ്ടല്ലോ സാർ. അദ്ദേഹം ഞാൻ പറഞ്ഞു, സാർ പറഞ്ഞത് സത്യമാണ്. അദ്ദേഹം ഒക്കെ അത്തരക്കാരനാണ് ഞാൻ പറയില്ല. അദ്ദേഹം ഒരു മാന്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ വോയിസ് വരെയല്ലേ പുറത്ത്, ഈ രാഹുലിന് വന്നതുപോലെ വരുമല്ലേ കടകംപള്ളി സുരേന്ദ്രൻ. എന്താണ് റെയിൻകോട്ട് ഇട്ടുകൊണ്ട് വരാമില്ലേ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്? അപ്പൊ ഇതിനകത്തുള്ള ആരാണ്? ശശീന്ദ്രൻ എന്തൊരു പറഞ്ഞു, 2 ശശിമാർ എന്തോന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും ആളുകൾ ഗ്രീൻ ലോസ് എന്താണ് ചെയ്തത്? അപ്പൊ ഇതിനകത്ത് 13 പേരാണ് ആ ലിസ്റ്റിലെ പ്രതി. അവരെല്ലാം കാഠിന്യം കുറഞ്ഞവരായിപ്പോയി. ഇയാൾക്ക് ഇത്ര കാഠിന്യം. ഇയാളാണെങ്കിൽ ഇതിൽ ഏറ്റവും കൊച്ചുപയ്യനും കല്യാണം കഴിക്കാത്ത ഒരുത്തനുമാണ്. അതൊക്കെയാണ് ആളുകൾ പരിഗണിക്കുന്നത്. അയാൾക്കൊരു തെറ്റ് പറ്റിയ തെറ്റ് പറ്റാത്തവരാണ് മറുവാശത്തെങ്കിൽ പറയട്ടുന്നത്. നമ്മൾ തെറ്റുകാരന് ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. ഇത്രയും പേരിൽ ഒരാൾ ആദ്യം മാറ്റി നിർത്തട്ടെ, ഒരാളെ മാറ്റി നിർത്തിയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം സാറേ. ശരി, വ്യക്തമാണ്, കൃത്യമാണ് അഭിപ്രായം. ഓക്കെ, മൊയ്തീൻ കുഞ്ഞെ കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് ഒതുക്കാൻ നോക്കണം. അപ്പോൾ ഈ ജനമേ നിങ്ങളുടെ ഈ പ്രതികരണം ഏറ്റെടുക്കുന്നുണ്ടോ മൊയ്തീൻ കുഞ്ഞെ? നമസ്കാരം. നമസ്കാരം. പ്രതിപക്ഷം ആദ്യമേ ചെയ്യേണ്ടത് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരണം. ഈ ഇപ്പൊ തന്നെ ഈ മന്ത്രിസഭ ഇതിൽ തന്നെ കൊണ്ടുവരണം. ഈ പെണ്ണുവിലിയന്മാരായ MLA മന്ത്രിമാർക്ക് വേണ്ടി മാത്രം പ്രത്യേക ഒരു ബ്ലോക്ക് തിരിച്ച് അതിലിരുത്താൻ പറയണം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ കൃഷ്ണകുമാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിൽ കയറി ഇരിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം MLA കയറിയിരുന്നുകൊണ്ട് ആ പാലക്കാട് ജില്ലയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇരിക്കേണ്ട ശരി, സൗണ്ടിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, നമുക്ക് സംസാരിക്കാം. കൃത്യമാണ്. അപ്പൊ രതീഷ് എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ രതീഷ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളത്ത്. രതീഷ് എറണാകുളം പെട്ടവലിയാണ്. ഓക്കെ. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് രതീഷ് എന്നുള്ള പേര് കുറെ പേർക്കുള്ളതുകൊണ്ട് ഞാൻ ഏത് രതീഷാണെന്ന് അതുകൊണ്ടാണ് എടുത്തു ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണെന്ന് ശബ്ദം കേട്ടാൽ എനിക്കറിയും.
ഞാൻ അവിടെ പറയുന്നത് പറയുമ്പോൾ എറണാകുളം എന്ന് മാത്രമേ പറയാറുള്ളൂ അല്ലേ? സ്ഥലത്തിന്റെ പേര് പറയാറുള്ളൂ അല്ലേ? അവിടെ പറയുമ്പോ തിരക്ക് കാരണം എപ്പോഴും കൃത്യമായിട്ട് ചോദിക്കും. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ കേക്കള്ള ജില്ല ഏതാന്ന് പറയൂ, കേക്കള്ള ജില്ല ഏതാന്ന് പറയും പറഞ്ഞ് 2-3 പ്രാവശ്യം പറയും. അപ്പൊ ജില്ലെങ്കിൽ ജില്ല എന്ന് പറഞ്ഞ് ഉറക്കം അലറി പറയും എറണാകുളം. ജില്ലയാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, മറ്റേ സ്ഥലത്തിന്റെ പേരാകുമ്പോൾ തെറ്റി പോകണ്ടെന്ന് വിചാരിച്ചിട്ടില്ലേ? അങ്ങനെ ശരി ശരി, ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചോളാം, നമുക്കറിയാലോ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ UDF ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ നേരിട്ടവരും നേരിടുന്നവരും ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ MLA കുന്നപ്പള്ളി അടക്കം, ഞങ്ങളുടെ MLA കുന്നപ്പള്ളിയാണ്, എൽദോസ് കുന്നപ്പള്ളി. അപ്പൊ അങ്ങനെ അടക്കം ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ LDF കുറെ പേരുണ്ടല്ലോ, മഹിളാ അസോസിയേഷന്റെ ഭാരവാഹികളിലുണ്ട്, SFIയിലുണ്ട്. ഇപ്പൊ കുറച്ച് വ്യാജമാണോ അല്ലയോ എന്നൊക്കെ വേറെ ആർക്കും ടീച്ചർമാരുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും LDF MLA അല്ല UDF MLA LDF മഹിളാ അസോസിയേഷൻ പ്രവർത്തകരായിട്ടുള്ളവരെ ഈ ടീച്ചറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ശരി, ഓക്കെ. ഓക്കെ, ശരി. പാർത്ഥസാരഥി പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീ പാർത്ഥസാരഥി പാലക്കാട് എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഹരിപ്പാട്, അതാ ഞാൻ സംശയിച്ചു. ഹരിപ്പാട് നമ്മൾ സ്ഥിരം വിളിക്കുന്ന പാർത്ഥസാരഥി. അപ്പൊ ഞാൻ പാലക്കാട് ഏത് പാർത്ഥസാരഥി? ഹരിപ്പാട്. അവിടെ ഈ എല്ലാ വോളിയവും കൂടി കയറുമ്പോ ചിലപ്പോ PCR ഇത് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം. അപ്പൊ ഞാൻ നമ്മുടെ പാർത്ഥസാരഥി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. അപ്പൊ ഹരിപ്പാടുന്ന് ഞാൻ പാലക്കാട് വിളിച്ചപ്പോ ഒരു സംശയം, അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ. എന്റെ അഭിപ്രായം സാറേ, ഈ രാഹുൽ മാങ്കണ്ടത്ത് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണം മാത്രമേ ഉള്ളൂ, തെളിയിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം വളർന്നു വീഴുന്നൊരു കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ ഈ ആക്ഷേപിച്ച് ഒറ്റപ്പെടുത്തി നിർത്തുന്ന യാതൊരു കാര്യവുമില്ല. നിങ്ങൾ പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയത് പാർട്ടിയിൽ നിന്നൊക്കെ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ പുറത്താക്കി ഇപ്പൊ വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഞാൻ പറഞ്ഞ സാറേ, പാർട്ടിയിൽ നിന്ന് പുറത്ത് ഇപ്പൊ മുകേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതല്ലേ, ഗണേഷ് കുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്, അവരും പുറത്താക്കുക. ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതല്ലേ, അവരാരും പുറത്താക്കുന്നില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ എന്തിനാ പുറത്താക്കിയതപ്പോ? ഞങ്ങള് പുറത്താക്കിയതല്ലോ. അതിപ്പോ പുറത്താക്കിയത് അത് പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് അവർ പുറത്താക്കി, അത്രേ ഉള്ളൂ. അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്നോ ഒരു ഇടപെട്ടെന്നോ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ് മാത്രമേ നമ്മൾ ആ ചെറുപ്പക്കാരനെ കുറിച്ച് പറയാൻ പാടുള്ളൂ. കേസ് കൊടുത്ത ചാർജ് ഷീറ്റ് കൊടുത്ത് ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന മുകേഷ് അവിടെ ഇരിക്കുന്നത്. ശരി, വ്യക്തമാണ്. അപ്പൊ കൃത്യമാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആർക്കും. ബാലകൃഷ്ണൻ വടകരയുണ്ട്. ഓക്കെ, താങ്ക് യു. ശ്രീ ബാലകൃഷ്ണൻ വടകര, നമുക്കിന്ന് സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, ഇപ്പൊ ജനങ്ങൾ ആരും പ്രതിഷേധമായിട്ടൊന്നും വരുന്നില്ല. CPM-കാരും BJP-കാരും ഒക്കെ അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ജനങ്ങളൊക്കെ അദ്ദേഹത്തെ വീട്ടിൽ കയറ്റുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്, ജനങ്ങളെ കാണുന്നുണ്ട്. ഇതിൽ എന്ത് മനസ്സിലാക്കണം? കേൾക്കുന്നു. കേൾക്കണമെന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ബാധിക്കുന്നവര് യൂത്ത് കോൺഗ്രസിലോ ആവശ്യപ്പെട്ടിട്ട് 2026 ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കട്ടെ അവിടെ. അത് അങ്ങനെയാണ് വേണ്ടത്. ഇടതുപക്ഷത്തിൽ എത്ര ആള് പീഡിക്കപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിർത്തുവാണ്, പീഡനം ആരോപിച്ച ഒരു വ്യക്തിയെ നിർത്തുവാണെന്ന് പറഞ്ഞ് ജനങ്ങളെ വെല്ലുവിളിക്കട്ടെ. ഇവിടെ ഒരുപാട് ആള് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പൊ കരയുന്നത് കേട്ട്. ആർജമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരനാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ ആവശ്യപ്പെടുക. രാഹുൽ മാങ്കൂട്ടം വലിയ നേതാവാണ്, പാലക്കാട് തന്നെ മത്സരിപ്പിക്കാൻ 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോഴല്ലേ സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കേണ്ടുള്ളൂ. ഇപ്പൊ അദ്ദേഹത്തെ കൂട്ടി അവിടെ നടക്കുന്നുണ്ടല്ലോ. നിർത്തണം ഞാൻ പറയുന്നത്. അന്നേരം ചിന്തിക്കാനല്ല, അവിടെ നിർത്തണം. ആർജമുള്ള ഒരാളായി സംസാരിച്ചതെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആർജമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്, അല്ലാണ്ട് അങ്ങും ഇങ്ങും തിരിഞ്ഞും മറിഞ്ഞും പറയുന്ന രാഷ്ട്രീയക്കാരനായിരിക്കും. ആർജമുള്ള കോൺഗ്രസ്സുകാരനാണെങ്കിൽ ചെയ്യേണ്ടത് 2026 രാഹുൽ മാങ്കൂട്ടം വളർന്നു വരുന്ന നേതാവാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കണം ആവശ്യപ്പെടണം KPCC-യോടും AICC-യോടും. ആദ്യമുണ്ടോ ഇപ്പൊ തീർച്ചയായിരിക്കും. ശരി, ഓക്കെ. അപ്പൊ ഈ പ്രദീപ് വിളിക്കുന്നുണ്ട് ന്യൂയോർക്കിൽ നിന്ന്. പ്രദീപ്, സിൻസ് ലോങ് ടൈം. പ്രദീപ്, നമസ്കാരം. നൈസ് ടു ഹിയർ ഫ്രം യു. അപ്പൊ ഈ ന്യൂയോർക്കിൽ നിന്നാണ് വിളിക്കുന്നത്, സന്തോഷം. അപ്പൊ അവിടെ അതിരാവിലെയാണ്, അപ്പൊ ഗുഡ് മോർണിംഗ് എന്നാണ് പറയേണ്ടത്. ഇവിടെ ഗുഡ് ഈവനിങ് ആണെങ്കിലും തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. തണുപ്പാണ്. അപ്പൊ തണുപ്പിന് തൃണവൽഗണിച്ചാണ് പൊതുവേദിക്കൊപ്പം ചേർന്നെന്ന് അറിയുമ്പോൾ അതിയായ സന്തോഷം. അപ്പൊ അവിടെ ഓണമൊക്കെ ആഘോഷിച്ചോ പ്രദീപ് ന്യൂയോർക്കിലൊക്കെ? ഞാൻ ആക്ച്വലി ആ സമയത്ത് വേറൊരു ഐലൻഡിലായിരുന്നു. അപ്പൊ അവിടെ മലയാളി അസോസിയേഷന്റെ ഒന്നും ഇല്ല. 2-3 മലയാളിയുടെ വീട്ടിൽ ഞങ്ങൾക്ക് പായസവും ഇല്ല, പപ്പടവും ഇല്ല. നാട്ടിൽ വരുമ്പോഴാണല്ലോ മനു നമുക്ക്. അവിടെ എന്ത് ഓണത്തിന് സദ്യ എന്തായിരുന്നു? ബർഗർ ആയിരുന്നോ? യഥാർത്ഥത്തിൽ KFC പോയി ഞങ്ങൾ ഈവനിങ്, അതാണ് സത്യം. പക്ഷേ അവിടെ ഇപ്പൊ നമ്മുടെ ഇവിടെ പല ആളുകൾ ഈ ഓൺലൈൻ സംവിധാനമൊക്കെ വിദേശ രാജ്യങ്ങളിൽ വരെ സദ്യ എത്തിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യുന്നുണ്ട് പാർസലായിട്ട്. അപ്പം പെട്ടെന്നൊന്നും ചെയ്യാനില്ല. പെട്ടെന്ന് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലോ മറ്റോ ഇട്ടാൽ നമുക്ക് അവിയിലും തീയിലും ഓലിനും ഒക്കെ റെഡിയാവും. അപ്പോൾ ജസ്റ്റ് ഒരു ചൂടുവെള്ളം മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ ഞാൻ കണ്ടു.
ചിലത് ശരിയാണെന്ന് ആളുകൾ പറയുന്നുണ്ട്. അല്ലല്ല, ഉണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. മെയിൻലാൻഡിൽ എല്ലാം കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ബർബോഡയിലും കിട്ടുന്നുണ്ട്, സെന്റ് ലൂഷ്യസിലും കിട്ടും, ഒരുപാട് കരീബിയൻ ഐലൻഡിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ ഈ ഓണത്തിന് ഇരുന്ന സമയങ്ങളിൽ ഞാൻ ഇരുന്നത് ബാർബഡോസ് എന്ന് പറഞ്ഞ, ബാർബഡോസിന്റെ അടുത്ത് ഒരു സെന്റ് കിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്, അതിലായിരുന്നു. അപ്പൊ അവിടെ അങ്ങനെ ഇല്ല. അതുപോലെ എനിക്ക് അധികം കോൺടാക്റ്റും ഇല്ലായിരുന്നു അവിടെ. അപ്പൊ എനിവേ പുറകെ വന്നവര് ഇനിയിപ്പോ എന്നെ തെറി വിളിക്കണ്ട, അവരെല്ലാം അവരുടെ സമയം അപഹരിച്ചു വിചാരിച്ചിട്ട്. അപ്പൊ അമ്മയ്ക്ക് സുഖം വിചാരിക്കുന്നു. അതും കേട്ടാ നീ ഇടയ്ക്കിടയ്ക്ക് കാണും, മിന്നു കാണുമ്പോ രാത്രിയാ കാണണേ. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അതിന്റെ നിങ്ങളുടെ റീ റെക്കോർഡിംഗ് എടുത്ത് കാണും യൂട്യൂബിൽ. ഓക്കെ, ഞാനേ ഒരു കാര്യം, ഇവിടെ ഭയങ്കര തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്, പക്ഷെ നാട്ടിൽ ചൂട് ദൂരെ മാറിയിട്ടില്ല. എനിക്കൊരു സംശയം, എന്റെ സംശയമാണ്, ഈ പരിഷ്കൃത സമൂഹത്തില് ഒരു പയ്യൻ, അല്ലെങ്കിൽ ഒരു പയ്യനെന്ന് വേണമെങ്കിൽ വിളിക്കുക അദ്ദേഹത്തെ, അദ്ദേഹം ഒരു സ്ത്രീയോട് ചാറ്റ് ചെയ്തു, ചാറ്റിൽ പല കാര്യങ്ങളും ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു പുരുഷനാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അത്തരം അവസരങ്ങൾ കിട്ടണമെങ്കിൽ ഞാൻ ചോദിക്കും. ഇപ്പോഴല്ല, എന്റെ പ്രായത്തില്. അതിന് ചോദിക്കുന്നില്ല എന്നാണോ? അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ നമ്മുടെ പ്രായം നോക്ക്, ടീനേജ് പ്രായം കഴിഞ്ഞ് യൗവന കൗമാര, ആ ഓരോ പ്രായത്തിൽ എത്തുമ്പോൾ ഓരോ വ്യക്തികൾ, ഞാൻ ഈ പരാതിപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരെ അദ്ദേഹത്തിന്റെ കൂടെ വെളുക്കുന്നത് വരെ കഥ പറഞ്ഞിട്ടല്ലേ പോയി പരാതി പറഞ്ഞ. ഒരാള് നമ്മളെ വിളിച്ച് മോശമായി ഒരു വാക്ക്, സിമ്പിൾ വാക്ക് പറയുമ്പോൾ അപ്പോഴും ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ അവരുടെ വെളുക്കുന്നവരെ കഥ പറയുന്നു, അമ്മയുടെ കാര്യം പറയുന്നു, മോന്റെ കാര്യം പറയുന്നു, ഇതെല്ലാം പറഞ്ഞു. പിന്നെ ഇവരെല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന ഒരു അവിഹിത ഗർഭത്തിന്റെ കാര്യം പറയുന്നു, കലക്കിയ ഗർഭത്തിന്റെ കാര്യം. ആരാ പരാതിപ്പെട്ടെ? ആ സ്ത്രീ പരാതിപ്പെട്ടോ? പരാതിപ്പെടാത്ത ഇല്ലാത്ത ഗർഭത്തിന് അന്വേഷിച്ചില്ല നടക്കണേ. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോടോ കോൺഗ്രസിനോടോ അത് താല്പര്യമുള്ള വ്യക്തിയല്ല ഞാൻ. പക്ഷേ എങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് ഒരു സമൂഹത്തിൽ. അല്ലെങ്കിൽ അത് പറയുവാൻ കേരളത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാക്കൾക്ക് യോഗ്യതയില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത പി ശശിയിരിക്കുന്ന എവിടെയെന്ന് അറിയാമോ? അങ്ങനെ പറയില്ല. പിന്നെ കോൺഗ്രസിന്റെ ബിജെപിയുടെ പ്രത്യൂഷനെ കുറിച്ച് എന്തുമാത്രം ആരോപണം പലരും പറയും. അപ്പൊ നമുക്ക് നമ്മുടെ ഭാഗം ന്യായമായി പറയണം. ഒരു വ്യക്തി പറയുമ്പോൾ അദ്ദേഹം വളർന്നു വരുന്ന രാഷ്ട്രീയത്തിൽ അയാൾ നല്ല വ്യക്തിയാണെങ്കിൽ ആരെ പീഡിപ്പിച്ചു? അദ്ദേഹം ആരെങ്കിലും പീഡിപ്പിച്ചോ? എന്റെ അറിവിലില്ല മിസ്റ്റർ മനു. തെറ്റാണത്. നമ്മൾ സമൂഹത്തിനോട് കൊടുക്കുന്ന എന്തിനാ ഇതൊക്കെ കുത്തിപ്പറകി അന്തിച്ചർച്ചയിലെ പോലെ ആൾക്കാർ ഇങ്ങനെ തോണ്ടി പറയുവാൻ യോഗ്യതയില്ലാത്ത അന്തം കമ്മികളാണ് പറയുന്നത്. ഈ വാക്ക് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ക്ഷമിക്കണം. കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു സുഹൃത്ത് വന്നതുകൊണ്ട് ഞാൻ കേട്ടായിരുന്നു 2-3 ദിവസത്തിന് മുമ്പേ, സംഘികൾ, അവന്മാർ, ഇവമാരെന്നൊക്കെ പറഞ്ഞ്. ഇനി അത്തരം വാക്കുകൾ പറഞ്ഞാൽ തിരിച്ച് അവന്മാർ ഇവമാർ തന്നെ പറയും. അതുകൊണ്ട് പറയാൻ ഇന്നേ വിളിച്ചത്. അതുകൊണ്ട് സംഘിക്ക് സംഘീയമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്, നിങ്ങൾക്ക് കമ്മികൾക്ക് കമ്മിയുടെ സ്റ്റാൻഡേർഡ് ഉണ്ട്. മിസ്റ്റർ മനു, എന്റെ കാര്യത്തിൽ എന്റെ ഇതിൽ പറയണത്, വ്യക്തിപരമായി അദ്ദേഹത്തിന് ഒരു വ്യക്തി പോലും പരാതി കൊടുത്തിട്ടില്ല. പരാതി കൊടുക്കാത്ത കാലത്തോളം അത് പറയുവാൻ ഇന്ന് നിലവിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് യോഗ്യത ഇല്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. താങ്ക് യു. യെസ്, വ്യക്തമാണ്. അപ്പം ഈ രാഹുൽ മാക്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഓഫീസിലെത്തി. അപ്പോൾ ആളുകളൊക്കെ കൂടെ ഉണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയാണെന്നാണ് തോന്നുന്നത്. ഓഫീസിൽ രാഹുൽ എത്തുന്നു, അവിടെ ആളുകളൊക്കെ വന്ന് അദ്ദേഹത്തെ കാണുന്നതിൻ്റെയൊക്കെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം. അദ്ദേഹം പിന്നീട് കാണാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ദാസൻ കണ്ണൂരിൽ നിന്ന് നമുക്കിപ്പോൾ ചേരുന്നു. ശ്രീ ദാസൻ, ഇതെന്താണ് സംഭവിക്കുന്നത് ശ്രീ ദാസൻ? അതായത് ആരൊക്കെ ന്യായീകരിച്ചാലും ഏറ്റവും അപമാനകരമാണ്. കാരണം ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇയാൾ പറയാനായിരുന്നു ആ ഗർഭചിത്രം നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്ന ഓഡിയോ ശബ്ദം എന്റേതല്ല എന്ന് പറഞ്ഞ ആളെ പ്രശ്നം തീർന്നു. ആ സെക്കൻഡ് തീർന്നു. ഞാൻ നോക്കാം, ജയകുമാർ എന്നാണ് ചേട്ടൻ, തിരുവനന്തപുരത്ത്, ഞാൻ ബഹുമാനിക്കുന്ന ആളാ. അയാൾക്ക് ഈ പ്രശ്നം തന്നതിന് പിറ്റേന്ന് പറഞ്ഞ അഭിപ്രായം നേരെ മാറി. ഇപ്പം വിളിച്ച പ്രദീപിലൊക്കെ എന്താ ഇങ്ങനെ വെളുപ്പിക്കേണ്ട കാര്യം? ഇതൊന്നും ശരിയില്ല. ഒരു പൊതു രംഗത്ത് ഒരിക്കലും പാടില്ല. ഞാൻ അത്രയും മാന്യമൊന്നല്ല, പക്ഷേ അന്തസുഹൃത്തുക്കൾ ഇങ്ങനത്തെ തോന്നാൻ സമ്മതമില്ല. നമ്മൾക്ക് ഒരു നാണക്കേട് തോന്നി. ഈ കേരളത്തില് ഇതിങ്ങനെ സംഭവിക്കുന്ന ശ്രീ ദാസനോട് ഞാൻ കുറച്ച് ദിവസമായല്ലോ സംസാരിച്ച. ഓണമൊക്കെ കലക്കിയോ ശ്രീദാസൻ? ഓണൊക്കെ കുഴപ്പമില്ല മനു. ഞാൻ പിന്നെ പായസമൊക്കെ കുടിച്ചോ? ഷുഗറും ബി പി ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഈ ഓണം ഞാൻ പൊതുവെ എന്റെ ഭാര്യന്റെ മരണത്തോടെ ഞാൻ ഓണം ആഘോഷിക്കില്ല. പിന്നെ അങ്ങനെ എന്റെ മക്കളെ മക്കളെ തലേന്ന് വിളിക്കും. ഞാൻ അവിടെ മയില എന്റെ മോളെ കല്യാണം വെച്ചോണ്ടായിരുന്നു. അവിടെ പോയി 2 ദിവസം നിൽക്കും. അവിടെ എന്റെ മോൻ ആരും കൊണ്ടുപോയി. അപ്പൊ ആ കുടുംബാംഗങ്ങൾക്കൊക്കെ ഒരു സന്തോഷമാണ്. അതെ, അങ്ങനെയാണ്. എന്റെ കാര്യം മൊത്തം പോക്കാൻ. കാരണം നമുക്ക് ഇനി ജീവിതത്തിൽ സന്തോഷമൊന്നുമില്ല മനു. എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു, മകളുടെ വിവാഹം കഴിഞ്ഞു, മറ്റു കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അവിടെ എല്ലാം പോയി സന്തോഷമായി അവർക്കൊപ്പം ചെലവഴിക്കുക, ഇതുപോലെ ഓണത്തിനൊക്കെ സദ്യ ഉണ്ണുക, പായസം കുടിക്കുക. ബി പി ഇല്ല, ഷുഗർ ഇല്ല. പിന്നെ ഇതിൽ പല ഒന്നുമില്ല. 12 വയസ്സിലെ പേരക്കുട്ടിയുണ്ട്, അസുഖം ഒന്നുമില്ല. 70 വയസ്സായില്ലേ ശ്രീദാസന്? എനിക്ക് 61 വയസ്സായി.
61. 12 വയസ്സിലെ പേരക്കുട്ടി ഉണ്ടായത്. ആ അപ്പൊ പിന്നെ ഇതാണ് സന്തോഷം. കുട്ടികളോടൊപ്പം ഇരിക്കാൻ ഒരു പറ്റുന്നു. ഉത്തരവാദിത്വം കൊണ്ട് മനു. കാര്യം എന്റെ കഥ പറഞ്ഞാല്, ഞാൻ പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഈ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. വാടകയ്ക്ക് എനിക്ക് ഒരു മനുഷ്യനായ ഒരു മനുഷ്യൻ ഇപ്പൊ ഒരു 6-7 ലക്ഷം ഉറുപ്പ് മുടക്കിയിട്ട് നല്ല ഒന്നാമതൊരു സ്ഥലം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതിൽ വീട് വെക്കണം. ഒരു ഏറ്റവും കാരുണ്യവാനായ നമ്മുടെ നാട്ടിലെ മനുഷ്യൻ എനിക്ക് 6 ലക്ഷം ഉറുപ്പ് മുടക്കിയിട്ട് സ്ഥലം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇനി അവിടെ ഒരു വീട് വെക്കണം. എന്നിട്ട് അവിടെ കിടന്ന് മരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നടക്കുമോ നോക്കാം നമുക്ക്. നടക്കും. മരിക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങ് ദീർഘകാലം ജീവിക്കണം, പക്ഷെ വീട് വെക്കണം. ഞാൻ ഈ സത്യത്തിന് നീതിക്ക് വേണ്ടിയിട്ട് എവിടെ ആരോടും പറയാൻ പറയും. കാരണം ഞാൻ എന്റെ ഭാഗം എപ്പം ക്ലിയർ ആയിരിക്കും. ഇങ്ങനെ പറയാൻ പറ്റാൻ തന്റെ ആകൊണ്ടാണ്. ഇങ്ങനെ എന്റെ ഭാഗം ക്ലിയർ ആയതുകൊണ്ടാണ്. ശരി, അപ്പൊ നമുക്ക് ആ വീടിന്റെ കാര്യമൊക്കെ വരുമ്പോൾ നമുക്ക് പൊതുവേദി പ്രേക്ഷകരെയൊക്കെ അറിയിക്കുന്ന ഒരു സുദിനം വരുമെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ മരിക്കുന്ന കാര്യം പറയരുത്. ഓക്കെ, താങ്ക് യു. മരിക്കാനൊക്കെ ഇനി സമയം ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ഇനി 100-110 വയസ്സ് വരെ ജീവിക്കാനൊക്കെ ഇന്നത്തെ കാലത്ത് എളുപ്പമാണ്. 90 വയസ്സോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. 90 നമുക്ക് എന്തായാലും കടക്കണം. ഓക്കെ, അപ്പൊ പിന്നെ എൻ്റെ ഒരു വളരെ അടുത്ത ഒരു പ്രേക്ഷകൻ കൂടി ദാസ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. മറ്റേ അഹമ്മദ് ബാബയും കൂടി വന്നിട്ടുണ്ട്. ശ്രീ അഹമ്മദ് ബാബ കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. നമസ്കാരം. ശ്രീ അഹമ്മദ് ബാബ UDF കാരനാണ്. നിങ്ങളൊക്കെ കൂടി അതൊരു ഉറച്ച കാര്യമാണ്. നിങ്ങളൊക്കെ കൂടി രാഹുൽ മാക്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. താങ്കള് ന്യൂയോർക്കിൽ നിന്ന് വിളിച്ച പ്രദീപിനോട് ചോദിച്ച ചോദ്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ? അവിടെ ഓണത്തിന് ബർഗറായിരുന്നു. കാരണം ഈ കഴിഞ്ഞ ഓണത്തിന് എന്റെ ഒരു സുഹൃത്തുണ്ട് ഗൾഫില്, ശിവദാസ് എന്നാണ് പേര്. ഞങ്ങള് ശിവൻ എന്നാണ് വിളിക്കല്. അവനെനിക്ക് വിളിച്ചിട്ട് ചോദിച്ചു, വാവാ ഓണത്തിന് മന്തിയാണോ എന്ന്. അപ്പൊ താങ്കൾ അത് ചോദിച്ചപ്പോ എനിക്കത് ഓർമ്മ വന്നതാ കേട്ടോ. ഞാൻ ഓണത്തിന് എന്റെ സുഹൃത്തുണ്ട് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് സദ്യ കഴിച്ചു. എല്ലാ ഓണത്തിനും ഞാൻ നാട്ടിലുണ്ടെങ്കിൽ അവിടെയാ പോവുക. അപ്പൊ ഇത്തവണ പോയോ? ഈ പ്രാവശ്യം ഓണത്തിന് അവിടെ പോയിരുന്നു. അപ്പൊ ഈ പായസമൊക്കെ ഉണ്ടായിരുന്നു? എത്ര പായസം ഉണ്ടായിരുന്നു? എല്ലാ സംഗതി ഉണ്ടായിരുന്നു. അതായത് അത് ഈ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ ഞാൻ ചെന്നില്ലെങ്കിൽ പിന്നെ അവന്റെ മൂപ്പര അമ്മ എന്നോട് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അത് കാരണം ഞാൻ സദ്യക്ക് അവിടെ എത്തും. ചോദിച്ചപ്പോഴേ എനിക്ക് ഈ എന്റെ സുഹൃത്ത് വിളിച്ച് ചോദിച്ച ചോദ്യം ഒന്ന് ഓർമ്മ വന്നതാണ്. നിങ്ങളിൽ പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഇന്നിപ്പോ BJPക്കാര് അവിടെ എത്രത്തോളം വലിയ പ്രശ്നം നടത്തുമ്പോ BJPയുടെ ഒരു നേതാവിന്റെ ഒരു കാര്യം അവിടെ കിടക്കുകയാണ്. അയാളുടെ നേരിക്ക് ഇവര് ചൂലെടുത്തിട്ടില്ല. ചെയ്തപ്പോ ഇവരൊന്നും ചൂലെടുത്തത് കണ്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അപ്പൊ ഇത് രാഹുലിന് പിന്തുണ കൂടും. അതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അപ്പൊ വ്യക്തമാണ്. അപ്പോൾ ഏതായാലും ശ്രീ അഹമ്മദ് ബാബയായിട്ട് സംസാരിക്കാൻ ദീർഘനാളത്തിന് ശേഷം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തിനെ കുറിച്ചും ശ്രീ അഹമ്മദ് ബാബ പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്നേഹബന്ധമാണ് നമ്മുടെ നാടിൻ്റെ ഒരു ശക്തി. ഓണത്തിന് അങ്ങോട്ട് വിളിക്കുകയും പെരുന്നാളിന് ഇങ്ങോട്ട് ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ കേരളത്തിൻ്റെ ചിത്രം അതാണ്. അപ്പോൾ അവിടെ ചെന്ന് അഹമ്മദ് ബാബയ്ക്ക് നിറയെ പായസമൊക്കെ കിട്ടി. അപ്പോൾ തിരിച്ച് ഇനി ബിരിയാണിയൊക്കെ ആയിട്ട് അഹമ്മദ് ബാബ മറ്റൊരു അങ്ങോട്ട് സുഹൃത്തിനെയും ക്ഷണിക്കും എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അക്വേറിയസ് എന്നോട് പറയുന്നത് ഇത് പീഡനമല്ല, വേറൊരു സംഭവമാണ്, എല്ലാ നാട്ടിലും ഉള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജയകുമാർ പറയുന്നു പരാതിക്കാർ ഉണ്ടാകുമെന്ന് കരുതി ആദ്യം മാറ്റി നിർത്തിയത് ജനങ്ങൾ അദ്ദേഹത്തിന് എതിരില്ല എന്ന് കണ്ടപ്പോൾ അതൊക്കെ മല്ലെ മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ടില്ല, അത് ഞാൻ കൂട്ടിച്ചേർത്താണ്. ആദ്യം പരാതിക്കാർ ഉണ്ട് എന്ന് കരുതിയാണ് മാറ്റി നിർത്തിയത്. ഇപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന് എതിരില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഗ്ലാഡിയേറ്റർ പറയുന്നത് കേരളത്തിൻ്റെ വോട്ട് ചോരിയെ ആറ്റിൽ കളഞ്ഞ രാഹുൽ മാക്കൂട്ടത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു എന്ന് പറയുന്നു. ദാസനെ പിന്തുണയ്ക്കുന്നു ഷാജി ഭാസ്കർ. ശിവൻ കരോളി എന്നോടൊപ്പം ചേർന്ന് രാഹുലിനും പരാതിക്കാരിയും തമ്മിൽ സമൂഹ മാധ്യമങ്ങൾ വഴി അവരുടെ ചാറ്റ് എല്ലാവരും കേട്ടതാണ്. ഇത്രയുമായിട്ടും ആ സംഭാഷണം തൻ്റെയല്ല എന്ന് പറയുന്നില്ല, മാനനഷ്ടത്തിന് കേസും കൊടുക്കുന്നില്ല എന്ന് ശിവൻ കരോളി പറയുന്നുണ്ട്. ന്യൂ തിങ്കർ പറയുന്ന ആവശ്യക്കാർക്ക് അതാത് പാർട്ടികൾ പാർട്ടായി ടൂർ നടത്തണം. അപ്പോൾ ഈ ഗതികേട് പട്ടായി ടൂർ നടത്തണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം വരില്ലെന്നാണ് പറയുന്നത്. ടൂർ പോകുന്നത് പട്ടായയ്ക്ക് ഇതിനാണോ ന്യൂ തിങ്കർ? നമ്മളൊരു ടൂർ പോകുമ്പോൾ ആ സ്ഥലം കാണാനൊക്കെ അല്ലേ. അപ്പോൾ സതി ബാബുരാജ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഹായ് മനു, ഐ ബിലീവ് യുവർ മദർ ഈസ് ഓക്കെ. ഇൻ ദിസ് സബ്ജക്റ്റ് ഐ ആം നോട്ട് സേയിങ് എനിത്തിങ്. ഐ എം സാഡ് ബിക്കോസ് അവർ സേവ ഇൻസ്റ്റിറ്റ്യൂഷൻ 1 person have stroke and
ഹീസ് ഓക്കെ. അത് സന്തോഷം. അപ്പോൾ സതി ബാബുരാജ് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സതി ബാബുരാജ് നമുക്കറിയാവുന്ന പോലെ ഒരു പൊതുപ്രവർത്തകയാണ്. അവർക്കൊരു സേവന കേന്ദ്രമൊക്കെ ഉണ്ട്, ഒന്നിലധികം ഉണ്ട്. അപ്പോൾ അവിടെ ഒരാൾക്ക് ഹൃദയത്തിലൊരു ചെറിയ സ്ട്രോക്ക് വന്നിരിക്കുന്നു. ഹൃദയത്തിലാണോ എന്ന് എനിക്കറിയില്ല, സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ആഘാതം പക്ഷാഘാതമായിരിക്കാം, മറ്റ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊരു വലിയ ദുഃഖവാർത്തയാണ്. പക്ഷേ ഇപ്പോൾ ഓക്കെ എന്ന് പറയുന്നത് കൊണ്ട് ഒരാശ്വാസമുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാനും സതി ബാബുരാജിനോടൊപ്പം ആഗ്രഹിക്കുകയാണ്. അത് ഉണ്ടാവും. അത് നമുക്ക് വൈദ്യ രംഗത്തൊക്കെ അതിനൊക്കെയുള്ള മികവുള്ള ആളുകളുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അദ്ദേഹം തിരിച്ചു വരട്ടെ. അപ്പോൾ സതി ബാബുരാജിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയും. അപ്പോൾ ജയകുമാർ, ഞാൻ ഇത്രയും അഭിപ്രായം പറഞ്ഞത് തന്നെ എല്ലാ ദിവസവും പറയുന്നത് അല്ലെന്ന് തെളിയിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറിയതല്ല എന്ന് പറയുന്നു. ആര്യാടൻ്റെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ദാസനാണ് മാറ്റി പറഞ്ഞത്. ഓക്കെ ശരി. അപ്പോൾ ഫ്രീ പാലസ്തീൻ എന്ന് റെഡ് ഡെവിൽ പറയുന്നുണ്ട്. അപ്പോൾ പാലസ്തീൻ ചർച്ചകൾ സജീവമാകുമ്പോഴാണ് റെഡ് ഡെവിലിൻ്റെ CR7 ഈ ആരോപണം. ഓക്കെ, MLAക്ക് സ്വന്തം മണ്ഡലത്തിൽ വരാൻ ആരെങ്കിലും വെല്ലുവിളിക്കണോ എന്ന് തേജസ്വിത രാജേഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തേജസ്വിത രാജേഷിനോട് വെല്ലുവിളിയല്ല, അത് VD സതീശൻ അദ്ദേഹത്തെ മാറ്റി നിർത്തിയല്ലോ. അപ്പോൾ അത് VD സതീശൻ പറയുന്നത് കൂട്ടായെടുത്ത തീരുമാനമാണെന്നാണ്. ഏതായാലും ഇദ്ദേഹം പാർട്ടിയെ വെല്ലുവിളിക്കുന്നോ അതോ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അതിലൂടെ ഉയരുന്നത്. MLAക്ക് സ്വന്തം മണ്ഡലത്തിൽ വരുന്നതിന് ഒരു വെല്ലുവിളിയായി കണക്കാക്കണ്ട എന്ന അങ്ങയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ശ്രീ സുകുമാരൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ സാറേ. ശ്രീ സുകുമാരൻ എന്നോട് ഒരിക്കൽ സ്ഥലം പറഞ്ഞിരുന്നു, എവിടെ നിന്നാണ് വിളിക്കുന്നത്, പക്ഷെ ഞാൻ മറന്നു. അതെനിക്കറിയാം. സ്ഥലം എവിടെ നിന്നാന്ന് പറഞ്ഞു? കണ്ണൂർ പെരിങ്ങോം. എന്നോട് അതാ ഞാനിങ്ങനെ പെരിങ്ങോമിന്റെ സമീപത്താണ് എന്നെ വിളിക്കുന്നത്. പരിധിയിൽ. പക്ഷെ ആ സ്ഥലത്തിന്റെ പേര് എന്താ? പെരിങ്ങോം എന്നല്ലേ? ഓഹോ ഓക്കെ. അപ്പോൾ ശ്രീ സുകുമാരൻ, അവിടെ ഈ ഇങ്ങനത്തെ ഈ കഥകളൊക്കെ അല്ലെങ്കിൽ TV ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾ എന്താണ് പറയുന്നത്? ആളുകൾ എന്ന് പറയുന്നത് സാറേ, ഇതെല്ലാം ഒരു നാടകം മാത്രമാണ്. ഇത് ഇലക്ഷൻ വരെ എങ്ങനെ കൊണ്ടുപോകും, അയാളാണ് യിരിക്കും, സുഖസുന്ദരമായി ശമ്പളം വാങ്ങും. ഇവിടെ BJP-ക്കാരും മറ്റേ ഇങ്ങനെ കളിയല്ലാണ്ട് ഇപ്പം അവിടെ ഓഫീസിലൊന്നും ഇരുന്നല്ലോ സാറേ. ഓഫീസിലൊന്നും ഇരുന്നല്ലോ. ഞാൻ സാറിന് ഒരു പുസ്തകം തരാം. ആ പുസ്തകത്തിൽ എന്റെ 3 വയസ്സിലെ മോളിന്റെ സംഭവമാണ്. ഇപ്പൊ എനിക്ക് 64 വയസ്സായി. ആ പുസ്തകം കാസർഗോഡ് അമ്പലത്തിൽ ഞാൻ സമർപ്പിച്ചു 2021 മാർച്ച് 8-ന്. ഇതുപോലുള്ള ഒരു സംഭവം തന്നെ സാറേ. എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. അതാണ് എഴുതിയിരിക്കുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. അത് കാസർഗോഡ് പഞ്ചലിംഗ ക്ഷേത്രത്തിൽ സാർ അന്വേഷിച്ചാൽ ആ പുസ്തകം 2021 മാർച്ച് 8. ഞാൻ കാസർഗോഡ് വരുമ്പോൾ നോക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് News 18 തിരുവനന്തപുരം അയച്ചാൽ അങ്ങോട്ട് കിട്ടും. സാറേ അതിനെ കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായില്ല. അത് മാത്രമല്ല, ഒരു MP-ക്ക് കൊടുത്തില്ല ആ പുസ്തകം. ഒരു MP-ക്ക് ആ പുസ്തകം കൊടുത്തിട്ടുണ്ട്. ആ MP ഇന്നുവരെ ഇതിനെപ്പറ്റി ഒരു സംസാരിച്ചില്ല. ഈ വിഷയത്തെ പറ്റി ഈ MP ഒരു വിഷയം ഈ പുസ്തകത്തിനെ പറ്റി ഞാൻ വിളിക്കാൻ പറഞ്ഞില്ല, അയാൾ വിളിച്ചിട്ടില്ല. ജനുവരി 26-ന് കൊടുത്തതാണ്. 2021 മാർച്ച് 8-ന് ഞാൻ കാസർഗോഡ് അമ്പലത്തിൽ സമർപ്പിച്ച പുസ്തകമാണ്. ശരി, അതായത് ഞാൻ നോക്കട്ടെ കിട്ടുമെന്ന്, അല്ലെങ്കിൽ ഒന്ന് എനിക്ക് അയച്ചു നോക്കാം. അത് 168 പേജിലെ പുസ്തകം സാറേ. ശരി. അതിന്റെ പേര് കോവിഡ് അല്ല കാവടി എന്നാണ്. ശരി, ഓക്കെ, താങ്ക് യു. അപ്പോൾ ശ്രീ ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന് വിളിക്കുന്നു. ദിവാകരൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. ശ്രീ ദിവാകരൻ, ഓണമൊക്കെ കലക്കി അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ കഴിഞ്ഞു അല്ലേ? ഓണമൊക്കെ കലക്കിയോ? ഓണെല്ലാം ഉഷാറായിട്ട് കഴിഞ്ഞു സാറേ. പായസമൊക്കെ കുടിച്ചു. ശ്രീ ദിവാകരന് പിന്നെ പായസമൊക്കെ ധാരാളം കുടിക്കാനുള്ള കുഴപ്പമൊന്നുമില്ലല്ലോ? വേറെ കുഴപ്പമൊന്നുമില്ല? ചില ആളുകൾ പായസം കുടിക്കില്ല. പക്ഷെങ്കിൽ ഞാനിപ്പോ ശ്രദ്ധിക്കുന്നുണ്ട്, ഡയബറ്റിക്സ് ഒന്നും ഇല്ല സാറേ. ഞാൻ കൂടുതൽ നടക്കും, കാറുണ്ടെങ്കിലും ഞാൻ നടക്കും. അപ്പം നമ്മുടെ പ്രേക്ഷകർ ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, എല്ലാ ആളുകളും നല്ല ആരോഗ്യവാന്മാരാണ്. എനിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. പല ആളുകൾ 70 കഴിഞ്ഞവർ 60 കഴിഞ്ഞവർ ഒരുവിധ അസുഖങ്ങളും ഇല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. കാരണം പല ആളുകൾ ഇപ്പോൾ ഭയങ്കര പേടി, 60 കഴിയുമ്പോഴത്തേക്കും ഷുഗർ വരുമോ, BP വരുമോ, കൊളസ്ട്രോൾ വരുമോ. അപ്പോൾ ഫാദർ സാമുവൽ കുറേ കൂടി പ്രായമുള്ള ആളാണ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്, അവിടെ നിന്ന് വിളിക്കുന്ന. അപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ ഇഷ്ടംപോലെ പായസമൊക്കെ കുടിക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ശ്രീ ദിവാകരനും ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ വേറെ ആരോഗ്യത്തിന് കുഴപ്പമില്ല, ചെറിയ ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മള് പിന്നെ പാട്ടെല്ലാം കേട്ട് ദൈവ പ്രാർത്ഥന മനസ്സിലുള്ള ഒരു കോൺഫിഡൻസ്, കംഫർട്ടബിൾ മൈൻഡ് റിഫ്രഷിംഗ് കൂടുന്നല്ലേ. പിന്നെ കഴിയുന്ന പോലെ കുറച്ച് നടക്കുക, പിന്നെ അനുയോജ്യമായ ഭക്ഷണം കഴിക്കുക, അനുയോജ്യമായ ഫുഡ് പിന്നെ മരുന്ന് കഴിക്കുക. മരുന്ന് അതിന്റെ തരത്തിലെല്ലാം കഴിച്ചാൽ മതി. ഡോക്ടർമാർ പലതരത്തിലും പറയും. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം സാറേ. ശരി. അപ്പോൾ
സന്തോഷം അതൊക്കെ കേട്ടില്ല. അപ്പോൾ നമ്മൾ ഒറ്റ ചുരുങ്ങിയ വാക്കുകളിൽ എന്ത് തോന്നുന്നു, രാഹുൽ മാക്കൂട്ടത്തിന് ജനപിന്തുണ കൂടുമോ ശ്രീ ദിവാകരൻ? ഇല്ല സാറേ, ഞാൻ പറഞ്ഞേരേ, ആരും ഇതിനും സ്ത്രീകളുടെ വിഷയത്തിലുള്ള തെറ്റ് രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടില്ല എന്ന് പറയാതെ, അതായത് ചാനലുകാരുടെ ചോദ്യത്തിന് റിയൽ റിപ്ലൈ പറയാതെ ഒഴിഞ്ഞു മാറുന്ന കാലം അത്രേ അദ്ദേഹം കുറ്റാരോപിതന. തെറ്റ് അതുമല്ല, കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ശ്രീമതി ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അങ്ങനെയുള്ള പാരമ്പര്യമുള്ള നല്ല ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഒരു ഇത് അങ്ങനെ പോന്നതാ. അപ്പോ ഈ കുറ്റാരോപിതൻ ഇങ്ങനെ ഇവർ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇനി ഫ്യൂച്ചറിലേക്ക് വോട്ട് കൊടുക്കേണ്ട ഇത് മനോഭാവം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കുറ്റായ ഈ വ്യക്തിനെ ദയവ് ചെയ്ത് മാറ്റി നിർത്തുക. തെറ്റ് മനുഷ്യ സഹജം. വ്യക്തമാണ്. ഓക്കെ, കൃത്യമാണ്. അപ്പോൾ നമുക്ക് സമയക്കുറവുകൊണ്ടാണ്. സ്വർണ്ണലത എനിക്ക് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സ്വർണ്ണലതയ്ക്ക് ഞാനും ഹായ് പറയുന്നു. തേജസ്വിത എന്നോട് പറയുന്നത് MLAക്ക് സ്വന്തം മണ്ഡലത്തിൽ പോകാക്കൂടെ എന്നാണ്. ഓക്കെ, പോകാം. അപ്പോൾ തിങ്ക് അബൌട്ട് ബുക്സ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് വ്യക്തമല്ല. അപ്പോൾ ഹലോ മനോജി, യു ആർ റോങ് എന്നാണ് പറയുന്നത്. ഞാൻ തെറ്റുകാരനാണെന്നാണ് പറയുന്നത്. തെറ്റ് പറ്റിയെന്നാണ്. എന്താ നോക്കാം. ഓണം ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് കേരളൈറ്റ്സ്, നോട്ട് എ റിലീജിയസ് ഫെസ്റ്റിവൽ. ഞാൻ പറഞ്ഞല്ലോ, അഹമ്മദ് ബാബ ഈ ഓണത്തിന് അങ്ങോട്ട് ചെല്ലും, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ചെല്ലും, പെരുന്നാളിന് ഇങ്ങോട്ട് വിളിക്കുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഓണം ഈസ് നോട്ട് എ ഫെസ്റ്റിവൽ ഓഫ് എ റിലീജിയസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അത് മലയാളികളുടെ ഒരു ദേശീയ ഉത്സവമാണ്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണ്, മലയാളികളുടെ മൊത്തം ഉത്സവമാണ്. പക്ഷേ ഓണത്തിന് മറ്റുള്ളവരെല്ലാം കൂടുതലും ഹൈന്ദവ വിഭാഗത്തിലുള്ള ആളുകളുടെ വീട്ടിൽ പോകും. കാരണം അവിടെ ആയിരിക്കുമല്ലോ ഈ സദ്യയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഓണത്തിന് അതൊക്കെ കൂടുതലും അവിടെ ഒരുക്കും. അല്ലാത്തവർ മറ്റു മതങ്ങളിലുള്ളവർ ഓണസദ്യയൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ കൂടുതലും ആ സമയത്ത് നമുക്ക് അടുപ്പമുള്ള മറ്റ് മതവിഭാഗങ്ങളിലെ ആളുകളെ കൂടുതലും ക്ഷണിക്കും. ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് അത് ഒരു ക്രിസ്ത്യൻ ഉത്സവമായിട്ടല്ല, അത് അത് ആഘോഷിക്കുന്നത് നമ്മുടെ എല്ലാ ഒരു ആഘോഷമായിട്ടാണ്. പെരുന്നാളായാലും നബിദിനമായാലും ഒക്കെ മലയാളി അങ്ങനെയാണ് എല്ലാവരുടെ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ സദ്യ ഒരുക്കുന്ന കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചടങ്ങുകളുണ്ടല്ലോ, അതിന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകാറുണ്ട്. അപ്പോൾ അത് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഏതായാലും ഞാനത് ട്രൂ അബൌട്ട് ബുക്സ് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. അപ്പോൾ അത് ശരിയാണ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ സന്തോഷ് കുമാർ പറയുന്നു, ചെറുപ്പമല്ലേ, ഒന്ന് ക്ഷമിച്ചുകൂടെ, ഇനി ശ്രദ്ധിക്കുമെന്ന്. ഓഹോ, രാഹുൽ ശ്രദ്ധിക്കുമെന്ന് പറയുന്നു. രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ജിയോബ് എന്നോട് പറയുന്നത്, അന്തം സഖികൾ പാലക്കാട് മൻകൂട്ടത്തെ തടയാനേ മുന്നിൽ നിന്നവർ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെ വായിക്കും, മലയാളത്തിൽ കിട്ടുന്നില്ല. ഓക്കെ, ഈ പരിപാടി ടൂറിസം ഉള്ള രാജ്യത്തിൽ ഉണ്ട്, ഇതൊക്കെ ലോകത്തെ പറ്റി പഠിക്കുന്നവർക്കറിയാം. ന്യൂ തിങ്കർ പറയണോ മറ്റേ? ഓക്കെ, ശരി. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. ഏതായാലും ശരി, രാഹുൽ യഥാർത്ഥ ഇരയാണ് എന്ന് പറയുന്നു അക്വേറിയസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിനോയ് ഉണ്ട് കൊല്ലത്ത്. ബിനോയ്, ശ്രീ ബിനോയ്. നമസ്കാരം. നമസ്കാരം. ഈ നിങ്ങളുടെ ആദ്യമൊക്കെ രാഹുലിനെതിരെ ചെറിയ കടുത്ത നടപടികളൊക്കെ വരുമെന്നൊക്കെ ഉള്ള ഇത് കിട്ടി. ആദ്യം ഞങ്ങളിത് മാതൃകയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ രാഹുലിനെതിരെ പ്രതിഷേധമൊന്നും ജനങ്ങൾക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ പതുക്കെ പുറകോട്ട് നടക്കാൻ തുടങ്ങിയോ ബിനോയ്? അല്ല, പുറകോട്ട് നടക്കാനല്ല, ഞങ്ങളുടെ പാർട്ടി KPCC ഉചിതമായ തീരുമാനമെടുത്ത്, ധാർമ്മികമായുള്ള തീരുമാനമെടുത്ത് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം അവിടെ പോകുമ്പോൾ ആര് കൂടെ പോകുന്നു ഇല്ല എന്ന് പാർട്ടി നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അവിടെയുള്ള ജനങ്ങൾക്ക് രാഹുലിനോട് എതിർപ്പില്ല. MLA ഇഷ്ടമാണ്. MLA വരുമ്പോൾ അവർ വരും കാണാൻ. അവരുടെ ഒരു MLA ഓഫീസ് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടത്താനുണ്ട്. പക്ഷെ അവിടെയുള്ള ജനങ്ങൾക്കും വോട്ട് ചെയ്തവർക്കും ഒന്നും കുഴപ്പമില്ല. ഇപ്പം കുഴപ്പം BJPക്കും CPMനുമാണ്, DYFIക്കുമാണ്. അപ്പം BJPക്കാരോട് ആദ്യം പോയി യെദ്യൂരപ്പയെ അവരെ പാർട്ടിയിൽ നിന്നൊക്കെ കളഞ്ഞ് CPMകാര് പോയിട്ട് മുകേഷിനെയും അതേപോലെ തന്നെ അവരുടെ പല നേതാക്കന്മാരുമുണ്ട് ഇങ്ങനെ പല കേസും, അവരെയൊക്കെ പോയി പുറത്താക്കിയിട്ട് വന്ന് രാഹുലിന്റെ വിഷയത്തിൽ ഇടപെട്ടാൽ നന്നായി. രാഹുലിനെതിരെ ഇതുവരെ സ്വയം ചികിത്സിക്കുമെന്നാണ് പറയുന്നത് അല്ലേ? 100%. അല്ല, അദ്ദേഹത്തിനെതിരെ FIR ഒരു പെൺകുട്ടിയുടെ പരാതിയോ ഒന്നുമില്ല. ഒരു പരാതിക്കാർ പോലും ഇല്ല. ഇതിപ്പം ശൂന്യത്തിൽ നിൽക്കുക. ആകപ്പാട് അദ്ദേഹത്തിനെ മാധ്യമങ്ങളിലൂടെയൊക്കെ കുറച്ച് നാളെ മാധ്യമ വിചാരണ ചെയ്തു. അതിനുശേഷം മാധ്യമ വിചാരണയും നടക്കുന്നില്ല. ജനങ്ങൾക്ക് യഥാർത്ഥ കാര്യം മനസ്സിലായി. പിന്നെ
ഏതോ പെൺകുട്ടി എന്തോ പരാതി ഉണ്ടെന്ന് എവിടെയോ നിന്ന് പറയുന്നത്. അത് പരാതി ഉണ്ടെങ്കിലും ആ പെൺകുട്ടിയും കൂടി അതിന് ഉത്തരവാദിയാ. അവരുടെ നല്ല ഇഷ്ട സമയത്ത് അവർ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്ന സമയത്ത്. അല്ല, പക്ഷേ നിങ്ങൾ ഇത് ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് പക്ഷേ ഒരു പ്രതിച്ഛായ പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹത്തിന് നടപടി എടുത്തത്. അല്ല പ്രതിച്ഛായയുടെ വിഷയമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായിട്ട് നമ്മളുടെ നാട്ടില് നിയമപരമായിട്ട് ഏതെങ്കിലും കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേ കണക്ക് ഞാൻ ചോദിക്കുന്നത് അതാണ്. പിന്നെ നിങ്ങൾ ഈ കോൺഗ്രസ്സുകാർ ആദ്യം തന്നെ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, ഭയങ്കര ഞങ്ങൾ ഇത് വെച്ച് പൊറുപ്പിക്കില്ല, മാതൃകാപരമായ നടപടി ഉണ്ടാകും എന്ന് പറയുന്നു. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞോന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ലല്ല, അതൊക്കെ കഴിഞ്ഞല്ല. നിങ്ങളുടെ ആദ്യത്തെ ഒരു സ്റ്റാൻഡ്. അപ്പൊ ഞങ്ങളെല്ലാവരും വിചാരിച്ചു നാളെ FIR വരും, മറ്റന്നാൾ അത് കോടതിയിൽ വരും. അതൊന്നും ഇല്ലാതെ ഒരു ചെറുപ്പക്കാരനെ വീണ്ടും വ്യക്തിപരമായി ഞാൻ പറയുന്ന ഒരു അപ്പൊ അന്നെടുത്ത നടപടി തെറ്റായി പോയി എന്നല്ലേ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു അല്ലേ? എന്താണ് എങ്ങനെ അത് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് തോന്നല്ല. ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. KPCCയുടെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്യുന്നു. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കേരളത്തിൽ എവിടെയും ഒരു FIR ഇല്ല, ഒരു സ്ഥലത്ത് FIR ഇല്ല, പരാതിക്കാരില്ല, ശൂന്യത്തിലുള്ള ഗർഭം പരാതിയില്ല, ഒരു സംഭവമില്ലായ അദ്ദേഹം MLA ഓഫീസിൽ വരും, MLA ഓഫീസിൽ എങ്ങനെ അല്ല വന്നു. ഞാൻ യാത്രയിലാണ്. MLA ഓഫീസിൽ വരും. അവിടെ പാലക്കാട് അദ്ദേഹത്തിനെ വിശ്വസിച്ച് വോട്ട് ചെയ്തവരുടെ കൂടെ അദ്ദേഹം ഉണ്ടാകും. പാർട്ടി കൃത്യമായി നിലപാടെടുത്തിട്ടുണ്ട്. CPM-നും BJP-ക്കും ഒരു യോഗ്യതയുമില്ല അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്താനോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ നടത്താനോ ഒന്നും ഒരു യോഗ്യതയില്ലാത്ത രണ്ട് പാർട്ടിയാണ്. ശരി, വ്യക്തമാണ്. അപ്പൊ ഏതായാലും അത് കൃത്യമാണ്, അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പൊ രാജൻ കൊല്ലത്തുനിന്ന് നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ. എനിക്ക് പറയാനുള്ളത്, ഒരാൾ പറയുന്നത് കേട്ടു 11 പേരോളം CPM-ലുണ്ടെന്ന്, 27 പേരുണ്ട് കോൺഗ്രസില്. PT ചാക്കോ മുതൽ ഇങ്ങോട്ട് നമ്മുടെ സൂര്യനെല്ലി കുര്യൻ, പിന്നെ അതൊക്കെ കോടതി കുറ്റവിമുക്തരാക്കിയില്ല അവരേക്ക്. ഇനി നമ്മൾ അതൊക്കെ പറയണം. കാരണം ഈ PT ചാക്കോന്റെ PG യാത്ര പാവം അതേ ഒരു MLA-ക്ക് ലിഫ്റ്റ് കൊടുത്തതാണ്. അതൊരു കൈവണ്ടിയിൽ ഇടിച്ചു പാവം, അതോടുകൂടി ആകെ പ്രതിസന്ധിയില്ലേ. ഇപ്പൊ ഒരു മന്ത്രി മോഡി കൂടെ സംസാരിക്കുന്ന വരയ്ക്ക് അത് സെക്സ് അല്ലല്ലോ സാറേ. അപ്പൊ ഇതുപോലെ ഒത്തിരി പേരുണ്ട്. പിന്നെ കരിക്ക് കുടിക്കാൻ ഈ 2 പേരുണ്ടല്ലോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പിന്നെ കോടിക്കുമ്മൽ സുരേഷും, അതുപോലെ വിൻസെന്റ്. പിന്നെ അവര് കരിക്ക് മാത്രമേ കുടിച്ചിട്ടുള്ളൂ, അവര് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവരെ അതൊരു ഇടവഴിയായിരുന്നു. തിരുവഞ്ചൂര് പറയുന്നില്ല, ഇടവഴിയിലൂടെ പോയി ഒരു കരിക്ക് കുടിച്ചു. എത്രയുണ്ട് കോൺഗ്രസിൽ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, പിന്നെ കെ കരുണാകരന്റെ മോൻ കെ മുരളീധരൻ എന്തോ ഒരു കോഴിയായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിനെതിരെ ഒന്നും ഒരു കേസും ഇല്ല. നമ്മൾ വെറുതെ എന്തെങ്കിലും പറയാം. കേസാരുടെ പേരിലാണ് ഉള്ളത്. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താണ് പറഞ്ഞത്? അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു എന്നല്ലാതെ അദ്ദേഹത്തിനെതിരെ പരാതിയൊന്നുമില്ല. അല്ലല്ല, ഒരു മിനിറ്റ്, ആരുടെ പേര് പരാതിയില്ല. ചെക്സ് ഒളിമ്പിക്സിൽ ഏറ്റവും വലിയ അവാർഡ് വാങ്ങിച്ച ആളാ രാഹുൽ മാങ്കൂട്ടത്തിൽ. അവന് ചിരി കണ്ടില്ലേ? 10 പേരാ പരാതി കൊടുത്തിരിക്കുന്നത്. അതിൽ 60 വയസ്സുള്ള IAS കാരി വരെ ഉണ്ട്. എന്നിട്ട് വലിയ വാല്യം അടിക്കുന്നു. കെ സുധാകരന്റെ പിന്നെ മോൻസൺ മാവുങ്കലിന്റെ അവിടെ എന്തിനാ പോയത്? ഇടയ്ക്കിടയ്ക്ക് പോകൊണ്ടിരുന്നത് എന്താ വരട്ടാനോ? ഇവനൊക്കെ ഇതുപോലത്തെ ആൾക്കാരാ മുഴുവനുള്ളത്. അല്ല, അതും നമ്മൾ ഇല്ലാത്ത കാര്യം. നമ്മൾ മോൻസൺ മാവുങ്കലിന്റെ അടുത്ത് പോയ കാര്യമൊക്കെ ഞാൻ തന്നെ കെ സുധാകരനോട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അവിടെ ഇങ്ങനെ വേറെന്തോ കാര്യത്തിന് പോയി. പിന്നെ ഈ ഇദ്ദേഹം ഒരു ഇതായിരുന്നല്ലോ, സ്കിന്നിന് എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് സാധ്യമാവുമോ എന്നൊക്കെ അതിന്റെ സംബന്ധിച്ച് എന്തോ കാര്യത്തിന്. എനിക്കറിയാം, എനിക്ക് ഈ സംഗതികൾ മുഴുവൻ അറിയാം. പക്ഷെ അങ്ങനെ വേറൊരു സാക്ഷിയായിരുന്നു അവിടെ. അതെന്തിനായിരുന്നു പോലീസ് പറയും. അതുപോലെ തന്നെ ഇവരുടെ ഗ്രൂപ്പിലുള്ളവർ മുഴുവൻ മോശ. പണ്ട് ധീരേന്ദ്ര ബ്രഹ്മചാരി അറിയാറുണ്ടല്ലോ, ഇന്ദിരാഗാന്ധി മാസത്തിൽ 3 ദിവസം പോയിക്കൊണ്ടിരുന്നേ. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് സമയക്കുറവുകൊണ്ടാണ്. ശരി, അപ്പൊ PR രാജേഷ് രാജു കരമന്ന പറയുന്നത്, സ്ത്രീയെ നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ, ഞാനും കല്ലെറിയുന്നില്ല, പോകാം, ഇനിമേലാൽ പാപം ചെയ്യരുത്, ഇതുവരെ കൊടുത്ത ശിക്ഷ അദ്ദേഹത്തിന് മതി, മനം തിരിഞ്ഞു വരട്ടെ, നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. ഓഹോ, ഓക്കെ. സെബാസ്റ്റ്യൻ CA പറയുന്നു രാഹുൽ പാവമാടാന്ന്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഇടവേള എനിക്ക് അനിവാര്യമാണ്. ഞാൻ പെട്ടെന്ന് വരും. പൊതുവേദി തുടരുകയാണ്. അപ്പോൾ പിണറായി വിജയൻ ഇന്ത്യ മുഴുവൻ പരാതിയുണ്ടോ എന്ന് തിരഞ്ഞ് നടന്നിട്ട് എന്തായി എന്നാണ് ചോദിക്കുന്നത് ജയകുമാർ. ഓക്കെ, ജോസഫ് ND എന്നോട് പറയുന്നത് എന്തൊക്കെയായിരുന്നു? SFI, DYFI, BJP MLA ഓഫീസിൽ കയറ്റില്ല, തടയും. ഒടുക്കം എന്തായി? രാഹുൽ ഇല്ലാത്ത കാലത്ത് പറഞ്ഞു രാഹുൽ MLA ഓഫീസിൽ വന്നു തിരിച്ചു പോയത് ആരും അറിഞ്ഞില്ലേ, ഒത്തുതീർപ്പിലെത്തിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷാജി, നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ശ്രീ
ഷാജി പക്ഷേ വളരെ വല്ലപ്പോഴൊക്കെ പൊതുവേദിയിലേക്ക് വിളിക്കാറുള്ളൂ അല്ലേ? ഹലോ, നമസ്കാരം മനു. നമസ്കാരം. നമസ്കാരം. പിന്നെ എനിക്ക് പറയാനുള്ളതേ, പിന്നെ ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ വനവാസത്തിന് പോകാനിരുന്ന വി.ഡി. സതീശൻ ഇപ്പോഴേ വനവാസത്തിന് പോയി എന്നുള്ളതാണ് ഇതിലൂടെ എനിക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ പാലക്കാട് ഉണ്ടായിരുന്നു. പാലക്കാടൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഈ രാഹുൽ മാങ്കൂട്ടം വരികയോ പോവുകയോ എന്തോ ചെയ്തോട്ടെ, പിന്നെ ഇത് ആർക്ക് വേണമെങ്കിലും ആകാം എന്നൊക്കെയുള്ള അർത്ഥത്തിലൊക്കെ ചിലരൊക്കെ വന്ന് പറയുന്നല്ലോ വളരെ ലാഘവത്തോടുകൂടി. ഇതെന്തായാലും പിന്നെ ടി.എം. പ്രതാപന്റെ ഒരു വിലാപവും അദ്ദേഹത്തിന്റെ മകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും എല്ലാം കിടപ്പുണ്ട്. ആരും പ്രത്യക്ഷത്തിൽ നിഷേധിച്ചിട്ടില്ല, ഇതൊന്നും പൊതുസമൂഹത്തിൽ ഒന്നും നിഷേധിച്ചിട്ടില്ല. ടി.എം. പ്രതാപൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. CPM-ന്റെ നേതാവൊന്നുമല്ല. അദ്ദേഹത്തിന്റെ മകൾ ആരാണെന്നും അറിയാം. അതുമൊക്കെ ഇതിലുണ്ട്. യൂത്ത് കോൺഗ്രസുമായിട്ട് ചേർന്ന് നിന്നവരാണ് ഈ പിന്നെ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടവര് എന്ന് എല്ലാം വ്യക്തമാണ്. പരാതികൾ വന്നാൽ വരുന്ന മുറയ്ക്ക് അത് അന്വേഷിക്കുക, അതവിടെ നടക്കട്ടെ. പിന്നെ എനിക്ക് അതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, ഇതിന്റെ മറവില് പാവപ്പെട്ട വയനാട്ടിലെ ജനങ്ങളുടെ പേരിൽ പിരിച്ച കാശന്തിയെ കഴിഞ്ഞ ജൂലൈ 28-ാം തീയതി പ്രിയങ്ക ഗാന്ധി വന്ന് കല്ലിടുമെന്ന് പറഞ്ഞു. എവിടെയാ കല്ലിട്ടത്? എവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ എന്തിയെ? എന്നത്തേക്ക് വീട് വെക്കും? അതിനും കൂടെ മറുപടി പറഞ്ഞു പോകണം. ഇതിന്റെ മറവിൽ ആ കാശ് കൊണ്ട് മുങ്ങാനാണ് ഈ രാഹുൽ മാങ്കൂട്ടവും പിന്നെ അതുപോലെ തന്നെ പിന്തുണയ്ക്കുന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ പൈസ കണ്ടുകൊണ്ടാണ് കുറെ ആളുകൾ ഇദ്ദേഹത്തിനോടൊപ്പം ഉള്ളതെന്നാണ് എന്റെ സംശയം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ സേതുമാധവൻ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് പാലക്കാട് നിന്നാണ്, കൊപ്പത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സേതുമാധവൻ, കൊപ്പം എന്ന് പറഞ്ഞാൽ പാലക്കാട് 2-3 അടുത്ത് കൊപ്പമുണ്ട്. ഒന്ന് കൊളപ്പള്ളി, അങ്ങൊരു കൊപ്പമുണ്ട്, ടൗണിലൊരു കൊപ്പമുണ്ട്. ഇത് എവിടെയാണ് ശ്രീ സേതുമാധവൻ്റെ യഥാർത്ഥത്തിൽ വീട്? ശ്രീ സേതുമാധവൻ TV-യിലാണ് ശ്രദ്ധിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാത്തത്. ഫോണിലേക്ക് ശ്രദ്ധിക്കാമോ? അതാ ഞാൻ ചോദിച്ചത്. അപ്പോൾ എന്താ വെച്ചാൽ പാലക്കാട് നഗരത്തിനകത്തൊരു കൊപ്പമുണ്ട്, താരക്കാടിനടുത്തൊരു കൊപ്പം. ഇത് പട്ടാമ്പിയിലെ കുളപ്പള്ളി അവിടെ ഉള്ള കൊപ്പം അല്ലേ? TV-യിൽ ശ്രദ്ധിച്ചാൽ ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. TV ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എന്നിട്ട് പിന്നെ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ അവിടെയൊക്കെ അറിയപ്പെടുന്ന ആളാണ് നമ്മുടെ ഷാഫി പറമ്പിൽ. അദ്ദേഹമാണ് രാഹുൽ മാക്കൂട്ടത്തെ പാലക്കാടിന് പരിചയപ്പെടുത്തിയത്. ഇപ്പൊ എന്ത് തോന്നുന്നു? അത് തോന്നാനെന്താ സാറേ, അതിപ്പോ എന്താ ഈ പണത്തിന്റെ മേലെ ഒരു പരിന്തം പറക്കില്ലല്ലോ. അതെയോ? പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും എന്തും ചെയ്യാലോ. അതെയോ? പൈസ ഇറക്കിയുള്ള കളിയാണെന്നാണ് താങ്കൾ പറയുന്നത്. അപ്പൊ ഇത് താങ്കൾ ആർക്കൊപ്പമാണ്? രാഹുൽ ചെയ്ത് ശരിയെന്നാണോ, രാഹുൽ ചെയ്ത് തെറ്റെന്നാണോ? രാഹുൽ ചെയ്തത് തെറ്റാണ്. ഈ കുട്ടികൾക്കൊക്കെ പേടിയാണ് രംഗത്തേക്ക് ഇറങ്ങിയിട്ട് കംപ്ലൈന്റ് കൊടുക്കാനേ. അതെയോ? അതുകൊണ്ടാണ് കംപ്ലൈന്റ് വരാത്തതെന്നാണ് താങ്കളുടെ? അതാണ് കംപ്ലൈന്റ്. എന്താ ഉണ്ടെങ്കിൽ ഭീഷണിക്ക് മേലെ വേറൊന്നുമില്ല. നമ്മളെ നാട്ടിൽ നടക്കുന്ന മുഴുവനും ഭീഷണിയല്ലേ. ഓക്കെ, ശരി. അപ്പൊ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. തെറ്റുകൾ ചെയ്താൽ ചൂണ്ടിക്കാണിക്കാനും വിമർശിക്കാനും യോഗ്യത നമ്മളെ രാഷ്ട്രീയക്കാർ ശരിയാകുമോ എന്ന് എന്നോട് ചോദിക്കുന്നു VC തോമസ്. യെസ്, വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയുണ്ട്. സുബൈറിലേക്ക് ഞാൻ വരാം കേട്ടോ. ശ്രീ കൃഷ്ണൻകുട്ടി, നമസ്കാരം. നിങ്ങൾ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ മൈക്കെടുത്ത് വിളംബര ജാഥ നടത്തുകയാണ്. പക്ഷേ ആ നാട്ടിലെ ആളുകൾക്കൊന്നും അത് വലിയ ബാധകമല്ല എന്ന തരത്തിലുള്ള പ്രതികരണം വന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. വിളംബര ജാഥ വിജയിച്ചോ പരാജയപ്പെട്ടോ? അത് കോൺഗ്രസുകാർക്ക് ബാധകമല്ലാതാകുന്ന എങ്ങനെയാ? ഈ നാടിന് മൊത്തം ബാധകമായ ഒരു കാര്യമല്ലേ. ഈ കോൺഗ്രസിലെ വനിതകള് മിണ്ടാതിരിക്കുന്നു എന്ന് വെച്ചിട്ട് കേരളത്തിലെ വനിതകൾ മൊത്തം നാണമില്ലാത്തവരാണെന്ന് കോൺഗ്രസുകാർ കരുതാൻ പാടില്ല. അവരെല്ലാം ആത്മാഭിമാനമുള്ള വനിതകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്. കോൺഗ്രസിലെ വനിതകളെ, അതായത് ഓൾ ഇന്ത്യ നേതാവ് വേണുഗോപാലിന്റെ ഭാര്യയെ വരെ വായടക്കിച്ച് മര്യാദക്ക് വീട്ടിലിരുത്താൻ അവരെ കൊണ്ട് കഴിയും. പക്ഷെ അതുപോലെയാണോ കേരളത്തിലെ വനിതകൾ മൊത്തം? ആത്മാഭിമാനം ഇല്ലാത്തവരാണോ? അല്ലല്ലോ. അതുകൊണ്ട് അവരെയൊക്കെ ഇതൊക്കെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്ക് വെച്ചും അല്ലാതെയും എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയയിലും എല്ലാവരും കൂടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രചരണം നടത്തുന്നത്. അതിനകത്തെന്താ തെറ്റിരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യുമ്പോഴേ നമ്മുടെ ആൾക്കാർ നന്നായി എന്ന് പറയുന്നതിന് വരെ ഒരു പുതിയ വാക്കുണ്ടായി വന്നതാണ് കലക്കിന്ന്. ഇപ്പൊ കലക്കിന്ന് പറയുമ്പോഴേക്ക് ഇത് ആ വാക്കിപ്പോ ഉപയോഗിക്കാൻ മടിയാ. കാരണം അതിന്റെ അർത്ഥം മാറ്റി കളഞ്ഞു. മാങ്കൂട്ടത്തിൽ എത്ര കലക്കി കയ്യും കണക്കുണ്ടോ? നിങ്ങളുടെ കയ്യിൽ കണക്കുണ്ടോ? മാധ്യമക്കാരുടെ കയ്യില്
എൻ്റെ കയ്യിൽ കോൺഗ്രസ്സുകാർക്ക് ആത്മാഭിമാനത്തോടെ പറയായിരിക്കും ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെയല്ലേ കലക്കിയത്, നിങ്ങൾക്ക് എന്താ സൂക്കേടെന്ന്. അവരുടെ പാർട്ടിയുടെ തന്നെ, കോൺഗ്രസിന്റെ നേതാവിന്റെ തന്നെ, MP-യുടെ തന്നെ മകള് ഇതിനകത്തുണ്ടെന്നല്ലേ പറയുന്നേ. ഇന്ന് എത്ര ആത്മാഭിമാനത്തോടെ കോൺഗ്രസ്സുകാർ ഇവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നേ. ഇത് കേരളത്തിന് മാത്രമല്ല അപമാനം, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഇന്ത്യക്ക് മൊത്തം നാണക്കേടാണ് ഈ മാങ്കൂട്ടം. ശരി, വ്യക്തമാണ്. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. 2 പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ സുബൈർ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ സുബൈറെ, ഒരുപക്ഷെ ഈ കൃഷ്ണൻകുട്ടിക്ക് മറുപടി സുബൈറിൻ്റെ കയ്യിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങ് നിഷ്പക്ഷനാണെന്നൊക്കെ എന്നോട് പറഞ്ഞെങ്കിലും ചെറിയൊരു വീഡിയോ സ്നേഹം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? നമസ്കാരം. അല്ല, നമ്മുടെ ഈ ഭരണകർത്താക്കൾ ഇത്ര മോശക്കാരായി. അതായത് നമ്മുടെ നിയമപാലകന്മാര് സ്കോട്ട്ലാൻഡിനെ വരുന്ന പോലീസുകാരെ നമ്മുടെ അടുത്തുള്ളത്, അവർക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ട് ആളെ പിടിക്കാൻ പറ്റില്ല. ഇതവരെ സാറേ, ഹലോ കേൾക്കുന്നില്ലേ? ആ, അല്ല, അവർക്ക് ഇത്ര നാളായിട്ട് ഒരാളെ പിടിക്കാൻ പറ്റില്ല. ഒരു മാസം ഡയറക്റ്റ് പിണറായി വിജയൻ ഉത്തരവിട്ടാണ് ക്രൈംബ്രാഞ്ചിന് ഡയറക്റ്റ് കൊടുത്തിട്ട്. അപ്പൊ നമ്മൾ സാധാരണക്കാർക്ക് എന്തെങ്കിലും പറ്റി നമ്മൾ എവിടെ പോയിട്ട് ഉത്തരവിടണ്ട, എവിടെ പോയിട്ട് പരാതി കൊടുക്കേണ്ടത്? ഇത് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടാണ് നടക്കുന്നത്. ആളുണ്ടോ പ്രതിയുണ്ടോ കല്ലുകുത്താനുണ്ടോ കുഴന്നാക്കാണ്ടോ നോക്കിയിട്ട്. എന്നിട്ട് ഈ ചൂലിന്റെ GST എടുത്തു കളഞ്ഞ, ചൂലിന്റെ GST എടുത്തു കളഞ്ഞ. അല്ല ചോദിക്കണേ, അല്ല എന്തായാലും അല്ലാന്ന് അത് അവരാദ്യം അവരെ അറിയിക്കട്ടെ ആരെ കൂടെ പോണ്ടെന്ന്. അവർക്ക് എന്ത് ധാർമ്മികതകൾ സംസാരിക്കാൻ ഇന്ന് നടത്തിയവർക്ക് വലിയ ധാർമ്മികത ഉണ്ടാവും. അവരെ കയ്യിലൊക്കെ കള്ളന്മാരെ അടിയിരിക്കല്ലേ. എത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇപ്പൊ? അവിടുത്തെ പഴയ MLA ഇപ്പൊ മത്സരിച്ച ആൾക്കെതിരില്ലേ? അവർ കാശ് കൊടുത്ത് നോക്കിയല്ലേ. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ സോനു ആലപ്പിയിൽ നിന്ന് വരുന്നു. സോനു, ഈ രാഹുലിന്റെ ജനസമ്മതി കൂടുകയാണോ സോനു? ഹലോ സാറേ, എന്തോന്ന് പറയാനാ? ഒരാളെ ഇങ്ങനെ എല്ലാവരും കല്ലെറിയാൻ തുടങ്ങിയാൽ എന്തോന്ന് പറയാനാണ്? ആരുടെയും കാശൊക്കെ അടിച്ചു മാറ്റിയോ അതോ മുങ്ങിയോ? ആരെയും കൊന്നോ? എന്തോന്നാണ് ഇത്? ചൂലും കൊണ്ട് നിൽക്കുന്നു. എന്തോന്നാണ് സാറേ ഇതൊന്നും മനസ്സിലാവുന്നത്? ഇതുപോലത്തെ ഒരു വൃത്തികെട്ട നാട് ഈ ലോകത്തിലുണ്ടോ എന്ന് സംശയമാണ്. ഒരാളെ ഇങ്ങനെയും കല്ലെറിയാം. നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റി കുറ്റങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. ഒരു ചെറുപ്പക്കാരൻ പയ്യന അത് കേസ് കൊണ്ട് കൊടുത്തിട്ട് അത് തെളിയിക്കട്ടെ. ഇതുവരെ അവരാരും വന്നിട്ടില്ല. ഒളിഞ്ഞു വീരുന്നാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 36 ദിവസമായി പരാതി വന്നിട്ട് ഒന്നുമില്ലെന്നാണ് ശ്രീമതി സോനു പറയുന്നത്, അല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കേൾക്കാമോ? കണ്ടിട്ട് കാണാൻ ലജ്ജ തോന്നുവാണ് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ കുറിച്ചിരിക്കുന്നത്. അല്ല ശ്രീമതി സോനു, ഞാൻ പറയുന്നത് കേൾക്കാമോ? ശ്രീമതി സോനു UDF ആണോ പിന്തുണയ്ക്കുന്നത്? അല്ല സാറേ, അല്ല. നിഷ്പക്ഷമായൊരു വീട്ടമ്മയുടെ നമുക്ക് മക്കളൊക്കെ ഉള്ള ഈ ചൂലുകൾ നമ്മുടെ നേർക്കും വരും ഒരു സമയത്ത്. ഇങ്ങനെയോ പാടുമില്ല. അത് തെറ്റായ കാര്യം. അത് തെളിയിക്കട്ടെ, കാലം തെളിയിക്കട്ടെ. ശരി, വ്യക്തമാണ്. അപ്പൊ ദീപു കൂടി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ദീപു, അല്ല ഒരു കാര്യം പിന്നെ മനു, ഞാൻ ഈ വിദേശ ഭീഷണിയിലൊക്കെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ പേടിച്ച് വിറച്ച് മുള്ളി. അതൊക്കെ പോട്ടെ, വ്യക്തിപരമായുള്ള അധിക്ഷേപങ്ങൾ പാടില്ല എന്ന് പറയുന്ന ആളാണ് ദീപു. എന്നിട്ട് ദീപു തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ശരിയല്ല. അല്ല, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാ പിന്നെ അങ്ങോട്ട് പറയണ്ട. എന്താ വൃത്തികിടക്കെയാ പറഞ്ഞത്? അതൊക്കെ അങ്ങനെ നിങ്ങളെയാണെന്ന് നിങ്ങൾ മനു, ഇതൊക്കെ കുറെ നമ്മൾ ക്ഷമിക്കും. പിന്നെ അല്ല, ഞാൻ പേടിച്ചെന്ന് പറഞ്ഞേക്ക്. ഞങ്ങളൊക്കെ പേടിച്ച് വരച്ചിരിക്കുകയാണ് വിദേശ ഭീഷണി. പിന്നെ ഈ വിഷയത്തിൽ പറഞ്ഞ മനു, ഈ ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹം തന്നെയല്ലേ ഓഡിയോ പുറത്തു വന്നത്? ഈ ഓഡിയോയിലുള്ള കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞോ? ആ ഓഡിയോയിലുള്ള കാര്യങ്ങളില് അതുമായി ബന്ധപ്പെട്ട വ്യക്തി ആ ലേഡീനെ പോയി കണ്ടത് നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ഒരു മാധ്യമപ്രവർത്തകയല്ലേ പറഞ്ഞത്? ഈ സതീശൻ തന്നെ ഇതെന്താ പറഞ്ഞത്? ഈ കടലിരുമ്പ് പോലെ വന്നാലും ഞാൻ ഇതിനകത്ത് മാറില്ല എന്ന് പറഞ്ഞത് എന്താണ്? ഈ ഹൈക്കമാൻഡാണ് തീരുമാനം എടുത്തത്. ഹൈക്കമാൻഡ് ഏതെങ്കിലും മാധ്യമങ്ങളുടെ കേട്ട് തീരുമാനം എടുത്തിരിക്കുന്നതാണോ? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അടങ്ങുന്ന ഹൈക്കമാൻഡ് ആണോ? അവരുടെ കയ്യിൽ കൃത്യമായ തെളിവില്ലേ? ആ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ ചെയ്തത്? ആ തെളിവ് പുറത്ത് അവര് വിടുന്നില്ല. അവരുടെ പാർട്ടിക്കാരനാണ് വിടുന്നില്ല. പോലീസിന് അന്വേഷിക്കാൻ പരിമിതി ഉണ്ടാവും. പോലീസ് അന്വേഷിക്കട്ടെ. അദ്ദേഹം തന്നെ ഇപ്പോ MLA-യുടെ ഇത് എടുത്തോണ്ട് മാറ്റിയത് നിങ്ങളുടെ തന്നെ ഇതിനകത്ത് എഴുതി കാണിക്കാൻ. ഇങ്ങനെ എത്രയെല്ലാം കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു കഴിഞ്ഞ ഒരു വീട്ടമ്മ തന്നെ പറഞ്ഞ കേട്ടില്ലേ, ഇവരുടെ എല്ലാം ഫോൺ നമ്പർ ഇയാൾക്ക് കൊടുക്കുവോ? ഏതായാലും സമയം ഇങ്ങനെ അതിക്രമിക്കുന്നതുകൊണ്ടാണ്. വളരെ കൃത്യമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഓച്ചിറയിൽ ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാബു, ശ്രീ ബാബു. സാറേ ഞാൻ വിളിച്ചതേ
ഈ രാഹുൽ മാങ്കൂട്ടം യാതൊരു തെറ്റും ചെയ്യാത്തവനാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട്. എന്നാലും അയാളെ ഈ BJP-ക്കാരിട്ട് കേൾക്കുന്ന പറയുമ്പോൾ അവിടെ BJP-ക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ വോട്ട് മേടിച്ചതുകൊണ്ടല്ലേ BJP-ക്കാർക്ക് അവിടെ ചുരുക്ക് വന്നത്. അതല്ലോ, അവന്മാർ അത്ര മോശക്കാരായതുകൊണ്ടല്ലേ അവർ കൊള്ളാത്തവരായതുകൊണ്ടല്ലേ അവർക്ക് വോട്ട് കുറഞ്ഞത്. അല്ല, അതൊക്കെ ഓരോ രാഷ്ട്രീയത്തിനല്ലേ വോട്ട് ചെയ്യുന്നത്. അല്ല സാറേ ഈ വോട്ട് കുറയാൻ കാരണം എന്താ? അവര് BJP-ക്കാർ അവിടെ മോശക്കാരായതുകൊണ്ടാ വോട്ട് കുറഞ്ഞത്. ഈ ഒരു രാഹുൽ മാങ്കൂട്ടം പൊളിറ്റിക്കൽ അല്ലേ വോട്ട്. ഇപ്പൊ നമ്മൾ കോൺഗ്രസ് മോശപ്പെട്ടതായത് കൊണ്ടാണോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇതായിരുന്നു അങ്ങനെ പറയാൻ പറ്റും? അല്ലെങ്കിൽ കൂടി CPM മോശപ്പെട്ടതായത് കൊണ്ട് MP അതൊരു രാഷ്ട്രീയപരമായ ചില ആശയങ്ങൾ തമ്മിലുള്ള സമരമാണ്. അല്ല സാറേ, അവർ രണ്ടുപേരുടെയും അവിടുത്തെ പ്രവർത്തനങ്ങൾ മോശമായതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ കൂടുതൽ വോട്ടിന് ജയിച്ചത്. എല്ലാവരും മേടിച്ചതിനേക്കാളും കൂടുതൽ വോട്ട് അവിടെ വാങ്ങിയില്ലേ പുള്ളി. അപ്പൊ അയാൾ മോശക്കാരനല്ലല്ലോ. അയാൾ ഒരു തെറ്റും ചെയ്ത് അയാളുടെ പേര് യാതൊരു കേസും ഇല്ലല്ലോ. പിന്നെ ഈ BJP-ക്കാർ അവിടെ വന്ന് അവിടെ വിഷയം ഉണ്ടാക്കേണ്ട ഒരു കാര്യം അവന്മാർ മാന്യന്മാരാണ് തീർച്ചയായിട്ടും അവർ വിഷയം ഉണ്ടാക്കത്തില്ല. അവരുടെ നിലപാട് കൊണ്ട് മുന്നോട്ട് പോയേനെ. ഈ നിലപാടില്ലാത്തതുകൊണ്ട് അവർ ഈ വിഷയത്തിന് ഇറങ്ങുന്നത്. അല്ലെ, ഇറങ്ങുമോ സാറേ? എനിക്കറിയില്ല. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, കൃത്യമാണ്. ഏതായാലും ശ്രീ ബാബു നമുക്കൊപ്പം ചേർന്ന് വർഗീസ് കൂടി പെരുമ്പാവൂരിൽ നിന്ന് ചേരാണ്. ശ്രീ വർഗീസ്. ഹലോ. ശ്രീ വർഗീസ് ഏത് മേഖലയിലുള്ള ആളാണ്? ഞാൻ ഇവിടെ വീട്ടിലെ കൃഷിയൊക്കെ ആയിട്ട് നടക്കണം. ഞാൻ പറയട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ തെളിവ് എവിടെയാ എന്ന് പലരും ചോദിക്കണേക്കാം. ഇത്ര ശബ്ദമായിട്ട് വന്നിട്ട് തെളിവ് ഇതിൽ കൂടുതൽ വേണോ? അതായത് ഒരു പെണ്ണ് പോലെ പരാതിപ്പെട്ട കോടതി പോയി കേസും കൂട്ടാൻ ആരും തയ്യാറാവോ? അവർക്ക് പറ്റി അവർ സഹിക്കും. പക്ഷെ ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ പെരുമാറാൻ പാടുണ്ടോ? ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടം വന്ന് നേരിട്ട് ഞാൻ ഇങ്ങനെ പിടിപ്പിച്ചെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ലാത്ത ടൈപ്പുകളാണ് ഇപ്പൊ വിളിക്കുന്ന കോൺഗ്രസ്സുകാരെ ഈ ചാനലില്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഇത് തന്നെ അത് അവരുടെ എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്. ഈ മറ്റുള്ള ഇടതുപക്ഷത്തിന്റെ ആളുകളുടെ പേര് പറയുമ്പോൾ അതിശയം തോന്നും. കാരണം സ്വപ്ന സുരേഷിനെ പോലെ ഒരു കുറ്റാരോപിതയായ സ്ത്രീ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളാണ് പേരുമാണ് ഈ പറഞ്ഞത്. അല്ലാണ്ട് വ്യക്തമായ തെളിവുണ്ട്. ഇതങ്ങനെ തെളിവ് വേണോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം നമ്മളെല്ലാവരും കേൾക്കില്ലേ TVയില്. ആ പുള്ളി സംഭവിച്ചാൽ പോകുന്ന സംഭവിക്കില്ല. അതേ രീതിയിലേക്ക് ജനങ്ങൾ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, വ്യക്തമാണ്. അപ്പൊ നമുക്ക് ഇത് ഞങ്ങൾ യൂട്യൂബിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടനെ തന്നെ ഒരു കോൺഗ്രസ് തിരിച്ചെടുക്കും. ഇത്തരക്കാരാണ് കോൺഗ്രസിലുള്ളത് 3/4 ഭാഗവും. ശരി, വ്യക്തമാണ്. ശ്രീ വർഗീസ് ഒരു കർഷകനാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ഈ വിഷയം ഒന്ന് ചെറുതായി ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ചോദിച്ച ഒരു ചോദ്യം, ഇത് സതീഷിൻ്റെ നേരെ ഒരു ചെറിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ എന്ന ഒരു ചോദ്യമാണ് രാഹുലിൻ്റെ സന്ദർശനം എന്ന് ചോദിച്ചപ്പോൾ അത് 63% ആളുകളും VD സതീഷിനെതിരെയുള്ളൊരു വെല്ലുവിളി തന്നെയാണിത് എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് പറയുന്നത് 37% ആളുകളാണ്. അപ്പോൾ യെസ്, അതാണ്. അപ്പോൾ ഈ ജിയോവ പറയുന്നു രാഹുൽ പാലക്കാടിനെ അസംബ്ലി കാൻഡിഡേറ്റ് ആക്കണം, ഗാന്ധി ശിഷ്യനാണ്. മോഹൻ പറയുന്നു ദീപു മുകേഷ് എല്ലാം നിശ്ചയിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ ആ തർക്കമൊക്കെ തുടരുകയാണ്. ഏതായാലും പൊതുവേദി സമാപിക്കുകയാണ്. പക്ഷേ നാളെ നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണണം. അതുവരെ ഗുഡ് ബൈ.